യേശുവിൻ്റെ ഉപദേശത്തെ, യേശുവിൻ്റെ വാക്കുകളെ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവിക ആലോചനയെ എല്ലാം ഇതിൻ്റെ ഭാഗമായി കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ദയവായി നോക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കോട്ടിങ് ഞാനിവിടെ എടുക്കുകയാണ്. ഞാൻ മന്നായി തൊടാൻ പോവുക. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്ന ഒന്നാമത്തെ പരീക്ഷണം ഇട്ടുകൊടുത്തത് കല്ലപ്പമാകാൻ പറയാനാണ്. യേശു നേരെ പറയുന്ന ഒരു മറുപടിയുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് മാത്രമേ ഉപജീവനം കഴിക്കുന്നത്. ഇതെന്താ യേശു പറഞ്ഞതെന്ന് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളൂടെ നോക്കിയാലേ മതിയാകുകയുള്ളൂ. ഒന്നുകൂടെ ആവർത്തിക്കാം. എന്താണ് ഈ അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളൂടെ വായിക്കാം. അത് വായിക്കുമ്പോൾ മന്ന മനസ്സിലാകും. ദയവായി വായിച്ചാലും. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ മന്ന ഇട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് മോശ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പദമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ഉപജീവനം കഴിക്കണമെന്ന് നിനക്ക് മനസ്സിലാക്കി തരേണ്ടതിന് മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത മന്ന നിന്റെ മുമ്പിൽ ഇട്ടു തന്നു. മന്ന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തോട് ഉപമിച്ചു. ഇതേ വാക്കാണ് യേശു സാത്താനോട് എടുത്തു പറയുന്നത്. ഈ 2 ഭാഗങ്ങൾ നന്നായി അറിയാത്തവർക്ക് സാത്താൻ എല്ലാ വേദഭാഗങ്ങളും നന്നായി അറിയാം, ദൈവത്തിനും എല്ലാ വേദഭാഗങ്ങളും നന്നായി അറിയാം. അതുകൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ല. പക്ഷെ നമ്മിൽ പലർക്കും ഇത് 2 അറിയാൻ വയ്യാത്തത് കൊണ്ടോ ഒന്നറിയാൻ വയ്യാത്തത് കൊണ്ടോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഒന്ന് ചേർക്കാൻ പോകുകയാണ്. പഴയ നിയമത്തിൽ മന്ന ഇട്ടുകൊടുക്കുന്നതിൻ്റെ പുറകിലത്തെ ദൈവിക ഉദ്ദേശം എന്തായിരുന്നു? ഒരു ഉദ്ദേശം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് നാളെ ഒരിക്കൽ തെളിയിക്കേണ്ടതിന് ഇന്ന് പിതാക്കന്മാർ മന്ന തിന്നട്ടെ, മന്ന ഇട്ടുകൊടുത്തു. യേശു തുടർന്ന് മന്നയെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 31-32 വാക്യങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് ഭക്ഷിക്കേണ്ടതിന് തിന്നേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം അപ്പം ഇട്ടുകൊടുത്തു. 51-ാമത്തെ വാക്യം പറയുന്നത് ശ്രദ്ധിക്കാമോ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എടുത്തിട്ടുകൊടുത്തു, മന്ന ഇട്ടുകൊടുത്തു. പക്ഷേ യേശു പറയുകയാണ്, സാക്ഷാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. 1, ദൈവത്തിൻ്റെ വചനത്തെയാണ് മന്നയായി ഉപമിക്കുന്നത്. 2, യേശുവിനെയാണ് മന്നയായി ഉപമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 58 കൂടെ നോക്കിക്കാട്ടെ. 58. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. പണ്ടത്തെ അപ്പം, പഴയ നിയമത്തിൽ ഇട്ടുകൊടുത്ത അപ്പം കേവലം ഒരു ഉദാഹരണം, മാതൃക മാത്രമായിരുന്നു. ആ അപ്പം തിന്നവരെല്ലാം മരിച്ചു. മരുഭൂമിയിൽ തിന്നവരിൽ ഒരുത്തനും രക്ഷപ്പെട്ടില്ല. യോശുവയും കാലേബും 2 പേർ കനാൻ നാട്ടിൽ പ്രവേശിച്ചെങ്കിലും അവരും കനാൻ നാട്ടിൽ മരിച്ചു. മരുഭൂമിയിൽ അപ്പം തിന്നവർ എല്ലാവരും മരിച്ചു. പക്ഷേ ഈ നിൽക്കുന്ന അപ്പം, യേശുവാകുന്ന അപ്പം നിന്നുകൊണ്ട് പറയുകയാണ്, ഇത് അതുപോലെയല്ല, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് പകൽ യേശു മുഖേന ജീവിക്കേണ്ടതിന് വേണ്ടി പഴയ നിയമത്തിന്റെ മന്ന ഒരു മാതൃകയും ഉദാഹരണവും നിഴലുമായി എടുത്തുകൊണ്ട് അല്പമാഴത്തിലേക്ക് ഇറങ്ങാം. അതാണ് ഈ മാസത്തെ നമ്മുടെ തീം. കഴിഞ്ഞ ഒരു ദിവസത്തെ ഫാമിലി മീറ്റിങ്ങിൽ ഞാൻ ഇതിനെക്കുറിച്ച് എടുത്തു കഴിഞ്ഞ ശേഷം സഭയ്ക്കിത് വളരെ പ്രയോജനപ്പെടേണ്ടതാകയാൽ ഒരു പ്രാവശ്യം കൂടെ സഭായോഗത്തിൽ ആവർത്തിക്കുന്നത് നന്നായിരിക്കും, ഉചിതമായിരിക്കും എന്നൊരാശയം സഹോദരന്മാർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനിതിന് മുൻതൂക്കം കൊടുത്തു. ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്രകാരം തന്നെ എന്നെനിക്ക് മനസ്സിലായി. പഴയ നിയമത്തിൽ പ്രധാനമായും കാണുന്ന പലതും നമുക്ക് ദൃഷ്ടാന്തമായി ദൈവം തന്നിരിക്കുകയാണ്. വായിക്കേണ്ട കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പഴയ നിയമത്തിലെ മന്ന, പഴയ നിയമത്തിലെ പാറ,
പഴയ നിയമത്തിലെ വെള്ളം, പഴയ നിയമത്തിലെ ചെങ്കടൽ കടന്നത്, പഴയ നിയമത്തിലെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന് കുടിച്ചത്, ഇതെല്ലാം എടുത്ത് പറഞ്ഞു വെച്ച് ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണ്. യേശുവിനെയാണ് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. ക്ഷമിക്കണം, ക്രിസ്തുവിനെയാണ് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. യേശുവെന്നും ക്രിസ്തുവെന്നും തമ്മിലുള്ള വാക്കുകൾക്ക് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ഉപയോഗത്തിൽ സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും ക്രിസ്തു എന്ന പദമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം യേശു പുറമേ ഉള്ള പുറംകൂടും, അതിനകത്തുണ്ടായിരുന്ന അഭിഷക്തനെ ക്രിസ്തുവുമെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന പദപ്രയോഗം തനിക്ക് വന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. പുറമേ നമുക്കൊരു ജഡമനുഷ്യനുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അകത്തെ അഭിഷേകമുള്ള ആ വ്യക്തിത്വത്തെ ക്രിസ്തുവെന്നും പുറത്തെ ശരീരത്തെ യേശുവെന്നും വിളിച്ചു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മാത്രമായിരുന്നതിനാൽ യേശു ക്രിസ്തു എന്ന് അറിയുകയായിരുന്നു പതിവ്. ഇതെല്ലാം നമ്മുടെ ഉദാഹരണങ്ങൾക്ക് വേണ്ടി പഴയ നിയമത്തിൽ തന്നിരിക്കുന്നതാണ്. അപ്പവും വെള്ളവും പാറയും സമുദ്രവും എല്ലാം ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം ചെങ്കടൽ കടന്നതിന് തുല്യമാണെന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 10:3-6 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. അങ്ങനെ അവർക്ക് സാധനപാഠമായി സംഭവിച്ചതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അധിക വാക്യങ്ങളും പുറപ്പാടിൽ നിന്നാണ്. എങ്ങാണ്ടൊക്കെ ഞാൻ നമ്പേഴ്സിനകത്തുനിന്ന് പോകുന്നുണ്ടെങ്കിലും പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നിൽക്കട്ടെ, ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടോട്ടെ. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നിറങ്ങി, അവർ ചെങ്കടൽ കടന്നു. 2.5 മാസം അവർ യാത്ര ചെയ്തു. 10 ആഴ്ച 75 ദിവസം അവർ യാത്ര ചെയ്തു. അവർ ശൂർ മരുഭൂമിയിൽ എത്തി. ശൂർ മരുഭൂമിയിലൂടെ അവർ നടന്നു. അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. ഈ കുടിക്കുവാൻ വെള്ളമില്ലാത്ത ഇടത്ത് എങ്ങനെയൊക്കെയോ വെള്ളം സമ്പാദിച്ച് കുടിച്ച് ഒക്കെ കഷ്ടിച്ച് നടന്ന് അവർ തൻ്റെ ശൂർ മരുഭൂമിയിൽ വന്നെത്തി. 3 ദിവസത്തെ വഴി ശൂർ മരുഭൂമിയിൽ കറങ്ങി. അവസാനം അവർ വെള്ളം കണ്ടു. അവർ വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴാണ് കയ്പുള്ള വെള്ളം മാറയാണ്. തേടാവുന്നതിൻ്റെ പരമാവധി തേടി 75 ദിവസം എന്ന് പറഞ്ഞാൽ ആ 10 ആഴ്ചകൾ ഒരുപോലെ 2.5 മാസം ഒരുപോലെ വെള്ളമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളമില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞവർ ആർത്തിയോടെ വെള്ളത്തിൻ്റെ എത്തിയപ്പോഴാണ് വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല, വെള്ളം കയ്പ് വെള്ളമാണ്. ജനം മുഴുവനും പിറുപിറുത്തു. ഞാൻ പിറുപിറുത്തേനെ, നിങ്ങൾ പിറുപിറുത്തേനെ. പക്ഷെ ദൈവം ഇതിനെ ഒരു വലിയ കാര്യമായി എടുത്തു. കാര്യം ദൈവത്തിന് ജനത്തെ ചിലത് പഠിപ്പിക്കേണ്ടതിന് ആവശ്യത്തിൻ്റെ അടിത്തട്ടിൽ കൊണ്ടിട്ടു. സമൃദ്ധിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അതിനെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കയറി വന്ന ഒരാളിന് സമൃദ്ധിയിലേക്ക് ദൈവം നയിച്ചാൽ അഹങ്കരിച്ചു പോകുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അത് പൈശാചികമാണ്. എന്നാൽ നന്ദിയുള്ള ഒരു ഹൃദയം ഒരാത്മീയനുണ്ടാകും. ആ നന്ദിയോടെ നമുക്ക് ദൈവത്തോട് അടുത്തു വരാം. അനേക സാഹചര്യങ്ങളിൽ ദൈവത്തോട് നന്ദി പുലർത്തേണ്ടതിന് വേണ്ടി, നന്ദിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതിന് നമ്മളെ പട്ടിണി എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും കാണിച്ച ശേഷം നന്മയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം തീയതി രാവിലെ ജനം സോഷ്യൽ ഡിസ്റ്റൻസിങ് സൂക്ഷിച്ചെങ്കിലും ആലയത്തിൻ്റെ അകത്ത് ഒരുമിച്ച് വന്ന് കൂടിയ ശേഷം ഭയങ്കര സന്തോഷത്തോടെയാണ് ആളുകൾ പോയത്. കാരണം ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്ന് അന്യോന്യം കാണാൻ കഴിയാതെ, അന്യോന്യം സംസാരിക്കാൻ കഴിയാതെ, ചേർന്ന് ഇടപെടുവാൻ കഴിയാതെ ഒരു കാലഘട്ടം മുഴുവനും 8-10 മാസങ്ങൾ നടന്ന ശേഷം പെട്ടെന്നൊരു സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടെ അതിൻ്റെ നന്ദി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവരുടെ പിറുപിറുപ്പിൻ്റെ മധ്യത്തിലായപ്പോൾ യഹോവയായ ദൈവത്തോട് മോശ നിലവിളിച്ചു. മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. നീ അതിൻ്റെ കമ്പ് വെട്ടി വെള്ളത്തിനകത്തിടാൻ പറഞ്ഞു. ഈ എഗെയിൻ പ്രവചനാത്മാവിൽ ഇത് യേശു ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. കയ്പ് നിറഞ്ഞതായ ലോകത്തിൻ്റെ വെള്ളത്തിനകത്തെ ഈ വിത്തൊന്ന് വീഴാമെങ്കിൽ, യേശു എന്ന വൃക്ഷമൊന്ന് വീഴാമെങ്കിൽ അത് മധുരമുള്ളതായി മാറും. ഇന്ന് പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതം കയ്പായി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു എന്ന വൃക്ഷ കൊമ്പ് ഇന്ന് പകൽക്കാലം അതിനകത്തേക്കൊന്ന് വീഴുന്നുവെങ്കിൽ അത് കയ്പല്ല, മധുരമായി മാറും.
ദൈവാത്മാവിനെ ആ ഭാഗത്ത് നിർത്തുന്നത് കൊണ്ട് ഒരല്പം കൂടെ ഗൗരവത്തിലോട്ടിറങ്ങട്ടെ. വൃക്ഷം വെട്ടിയിടാനല്ല പറഞ്ഞത്, അതിൻ്റെ ഒരു കമ്പ് വെട്ടിയിട്ടാൽ മതിയാകും. ദൈവവുമായി പരിചയമുള്ള, യേശുവുമായി ബന്ധമുള്ള ഒരു ദൈവ പൈതൽ നിങ്ങളുടെ വീട്ടിനകത്ത് കയറി നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നതോടുകൂടെ, വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതോടുകൂടെ, ഒരു ദൈവസഭ നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതോടുകൂടെ കയ്പായിരിക്കുന്ന ചിലതിനെ മധുരമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മാറായെ മധുരമാക്കി തീർക്കുന്നവൻ, മാറായെ മധുരമാക്കി തീർക്കുന്നവൻ. ഇതെല്ലാം ഉപമാനങ്ങളായിട്ടാണ് പഴയ നിയമം ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് ഞാനിവിടെ വിളിച്ചു പറയട്ടെ, ജീവിതം കയ്പായി അനുഭവിക്കുന്ന ദൈവ പൈതലെ മധുരമാക്കുവാൻ കഴിയുന്ന യേശുവിൻ്റെ ബ്രാഞ്ചാണ് ദൈവത്തിൻ്റെ തിരുസഭ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്നതോടെ, ഇതിനകത്ത് നിങ്ങൾ വരുന്നതോടെ, നിങ്ങളുടെ അകത്തേക്ക് ഇത് വരുന്നതോടുകൂടെ കയ്പുകളെ മാറ്റി മധുരമാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിതം കയ്പായവർ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ചർച്ചിനകത്ത് നടന്ന ചില അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് ഒരുപക്ഷെ അധികം പേർ ചിന്തിച്ചില്ലെങ്കിലും ഞാൻ വളരെ ഗൗരവമായി ചിന്തിക്കും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുടുംബങ്ങൾ തകർച്ചയുടെ വക്കത്തെത്തിയ ശേഷമാണ്, അല്ലെ തകർന്ന ശേഷമാണ് എന്തെങ്കിലും സഭ അറിയുന്നത്. ഗൗരവമുള്ള അനേക വിഷയങ്ങൾ വീടുകളിൽ ഉള്ളപ്പോൾ, വ്യക്തികളിൽ ഉള്ളപ്പോൾ സഭയെ ഇടപെടുത്താത്തത് കാരണം അത് ബിയോണ്ട് ലിമിറ്റ് ആയിക്കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടായ്മകൾ ദൈവവുമായിട്ടാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പ്രശ്നങ്ങൾ കലുഷിതമാകുന്നതിന് മുന്നമേ കയ്പുള്ള വേര് മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ, പുതിയ നിയമത്തിന്റെ ഭാഷ ഏതാണ്? കയ്പുള്ള വേരുകൾ മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ ദൈവവും ദൈവസഭയുമായി ബന്ധപ്പെടൂ. അനേക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. മാറാകൾ മധുരമായി മാറട്ടെ. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ മാറാ മധുരമായി മാറട്ടെ, മാറാ മധുരമായി മാറട്ടെ. ആമേൻ. അങ്ങനെ ജനം മധുരമാക്കി തീർത്തു. അവരെ വെള്ളം കുടിച്ച് അവർക്ക് മനസ്സിലായി ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിഴലായിട്ടാണ് ഇസ്രായേലിനെ കൊണ്ട് നടക്കുന്നത്. ഒരു വൃക്ഷം യേശുവായിരുന്നു, കാണിച്ചു, അത് മധുരമായി മാറി. 15-ന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ ദയവായി വായിക്കണം. വീണ്ടും നിങ്ങൾ എൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. വീണ്ടും വായിച്ചാട്ടെ. 15-ന്റെ 26-ഉം 25-ഉം 26-ഉം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും. ആമേൻ. ഒരു വിടുതൽ അനുഭവിച്ച ദൈവത്തിന്റെ പൈതലെ, ആ വിടുതലിന് ദൈവത്തോട് നന്ദി കരയേറ്റിയാൽ അവിടെ വെച്ച് അവനൊരു ചട്ടം തരികയാണ്. ദൈവം അനേക വിടുതലുകൾ തന്നത് ദൈവത്തിൻ്റെ ചട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനാണ്. സ്നാനപ്പെടുമെന്ന തീരുമാനത്തിന് മുന്നമേ എനിക്ക് രോഗശാന്തി ലഭിച്ചു, ഞാൻ നന്നാകുന്നതിന് മുന്നമേ തന്നെ എനിക്ക് നന്മ ലഭിച്ചു. അതിൻ്റെ അർത്ഥം എന്നെ ദൈവം അംഗീകരിച്ചു എന്നല്ല. ഒന്നാമത്തെ നന്മ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ വെച്ച് മാറാ മധുരമായി കഴിഞ്ഞപ്പോൾ, അവിടെ വെച്ച് ദൈവം ഒരു നിയമം കൊടുത്തേച്ചു പറഞ്ഞു. വായിച്ചു 26. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വാക്യം വായിക്കാറുണ്ട്. കാര്യം രോഗശാന്തി പ്രാർത്ഥനകൾക്ക് വേണ്ടി, ദൈവിക വിടുതലുകൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഈ വാക്യത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വാക്യം വായിക്കാറുണ്ട്. സഭയുടെ ദൗത്യത്തിൽ പെടുന്നതാണ് വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ദൗത്യത്തിൽ നമ്മൾ എത്തുന്നില്ലെങ്കിൽ ഇതിനെ സഭയെന്ന് വിളിക്കാനൊക്കത്തില്ല, വെറും ഒരു കൂടിവരവായി ഇത് അവശേഷിക്കും. ഇതിനെ സുവിശേഷമെന്ന് വിളിക്കാനൊക്കത്തില്ല, വെറും വിശേഷം പറച്ചിലായി ഇത് മാറും. അത് വരാതിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുന്ന ഭാഗമാണിത്. കർത്താവിന് പറവാനുള്ളത്, എന്നോടൊരു നിയമം ചെയ്യ്, എന്നോടൊരു ഉടമ്പടി ചെയ്യ്. ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് വരുത്താതെ നിങ്ങളെ കൊണ്ടു നടക്കും. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ആവർത്തിച്ച് ഞാൻ ഇറങ്ങട്ടെ. മാറായെ മധുരമാക്കിയാൽ, അവിടെ വെച്ച് ചില പരീക്ഷകൾ ദൈവം തന്നാൽ, അവിടെ വെച്ച് ചില വിടുതലുകൾ പ്രഖ്യാപിച്ചാൽ, ആ ജനത്തെ ദൈവം അടുത്ത പടിയിലേക്ക് ഉയർത്തേണ്ടതിനാണ് പോകുന്നത്. ഞാൻ മിസ്രയീമ്യർക്ക് വരുത്ത ബാധകൾ വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. പക്ഷേ ഞാൻ നിന്നെ പരീക്ഷിക്കും, ആ കാര്യം മറക്കരുത്.
16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഈ പരീക്ഷകൾ തുടങ്ങുന്നതായി കാണാം. 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. മന്ന തുടങ്ങുന്നത് ഇവിടെയാണ്. ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളേണം. ഞാൻ ഇടുന്ന മന്ന എന്താണ്? യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാ. ഞാൻ ഇടുന്ന മന്ന എന്താണ്? അത് ദൈവം തന്നെയാ. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം നിങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയേണ്ടതിന്, ഇത് അനുസരിക്കുന്നതോടെ നിങ്ങളുടെ വയറ് നിറയും. ഇതനുസരിക്കുന്നതോടെ നിങ്ങൾക്ക് തൃപ്തി വരും. ഞാൻ അവിടെ പിന്നെ വരും. നിങ്ങൾക്ക് തൃപ്തി വരും. ഇതനുസരിക്കുന്നതോടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭക്ഷിക്കുന്നതോടെ നിങ്ങളുടെ വസ്ത്രങ്ങളുടെ രൂപം മാറും, നിങ്ങളുടെ ചെരുപ്പുകളുടെ രൂപം മാറും. പിന്നെ നിങ്ങളുടെ ശരീരത്തിടുന്ന വസ്ത്രം പഴകത്തില്ല. പിന്നെ നിങ്ങളുടെ കാലിലിടുന്ന ചെരുപ്പിന്റെ വാറു പൊട്ടത്തില്ല. ഏതാണ്ടൊക്കെ വ്യത്യാസം വരാൻ പോകുകയാ. ഒരു കർത്താവിന്റെ ദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, മന്ന തിന്നുന്ന ശരീരത്തിന് പുഷ്ടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, ശരീരം വളരുന്നതോടൊപ്പം ഇട്ടിരിക്കുന്ന ഷർട്ട് വളരാൻ തുടങ്ങുമെന്ന്. ഇന്നിരിക്കുന്ന ദൈവപൈതലെ, നിങ്ങളുടെ ആത്മീക നിലവാരം വളരുന്നതോടൊപ്പം സഭ വളരാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മീക നിലവാരം മാറുന്നതോടൊപ്പം സഭയുടെ തേജസ് മാറും. നിങ്ങളുടെ ആത്മീക നിലവാരം മാറുന്നതോടൊപ്പം കുടുംബങ്ങളുടെ തേജസ് മാറും. ആഹാരം തിന്ന് ശരീരം പുഷ്ടിപ്പെടുന്നതോടെ നിങ്ങളുടെ വസ്ത്രം കീറത്തില്ല, നിങ്ങളുടെ ചെരുപ്പ് പഴയതാകത്തില്ല. ഞാനിടുന്ന മന്ന അത് യേശുവാ, അത് യേശുവിന്റെ വചനമാ. അത് നിങ്ങൾ ഭക്ഷിക്കുന്നതോടെ ഒന്ന്, നിങ്ങൾക്ക് തൃപ്തിയാകും. രണ്ട്, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ചില പ്രമാണങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് നിങ്ങൾ പാലിച്ചേ മതിയാകുകയുള്ളൂ. പരീക്ഷകൾ പതുക്കെ തുടങ്ങുക. ദൃഷ്ടാന്തം തെറ്റിക്കാൻ നമുക്കൊക്കത്തില്ല. ഒന്നാമത്തേത്, മന്ന തിന്ന് നിങ്ങൾ തൃപ്തരാകണം. ഞാൻ ഇച്ചിരൂടെ പുറകോട്ടിറങ്ങി വരട്ടെ. ഇസ്രായേൽ ജനം യാത്ര ചെയ്തു. അവർക്ക് മാറായിൽ മധുരവെള്ളം കിട്ടി. പിന്നെ ആഹാരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആഹാരമില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവർ മോശയോട് പറഞ്ഞു. മോശ ദൈവത്തോട് പറഞ്ഞു. ദൈവം അവർക്ക് വേണ്ടി മന്ന കൊടുത്തു. മന്ന കൊണ്ട് നിങ്ങൾ തൃപ്തരാകണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രമാണം. സംഖ്യാപുസ്തകത്തിൽ നിന്ന് 1-2 വാക്യങ്ങളേ ഉള്ളൂ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ തിരിച്ച് നമ്മൾ പുറപ്പാടി തന്നെ വരും, മറക്കരുത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ടു, അവന്റെ കോപം ജ്വലിച്ചു. ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. അവർക്ക് മന്ന ഇട്ടുകൊടുത്തേച്ച് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇതിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വ്യാഖ്യാനിക്കുന്ന ആഴങ്ങളിലൂടെ ഞാൻ ഇറങ്ങാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇട്ടുതരുന്ന ആഴങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്യും. ദയവായി ഇതിനകത്തുനിന്ന് ചിലത് പെറുക്കിയെടുക്കുവാൻ നമുക്കിന്ന് കാണും. ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ പോകുകയാണ്. മന്ന ഇട്ടുകൊടുത്തു. മന്ന തിന്നു തുടങ്ങിയതോടുകൂടെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾക്കൊരു തൃപ്തിയുമില്ല. മന്ന ദൈവമാണ്. നമ്മൾ തൃപ്തിപ്പെടേണ്ടത് ദൈവത്തെ കൊണ്ട് തന്നെയാണ്. യേശുവാണ് നമ്മെ തൃപ്തീകരിക്കേണ്ടത്. മുമ്പേ പറഞ്ഞു വൃക്ഷം യേശുവാണ്. ഇപ്പം പറയണം മന്ന യേശു. പഴയ നിയമം മൊത്തം യേശുവിൻ്റെ നിഴല. ഈ മന്ന കൊണ്ടാണ് നിങ്ങൾ തൃപ്തരാകേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് തൃപ്തിയില്ല. ഞാൻ ആരെയും നിരൂപിക്കുകയല്ല, അതേസമയം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ രക്തച്ചുവയുള്ള സുവിശേഷമാണ് നമ്മെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കേണ്ടത്. സഭാഹോളുകളിൽ കാണുന്ന ആർഭാടങ്ങളല്ല നമ്മെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കേണ്ടത്. ഉപദേശിമാർ അണിയുന്ന ആഭരണങ്ങൾ, ആടയാഭരണങ്ങളല്ല ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കേണ്ടത്. സത്യസുവിശേഷമാണ് ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കേണ്ടത്. അതുകൊണ്ട് അതിനകത്ത് വെച്ചുകെട്ടിൻ്റെ ആവശ്യമില്ല, കപടരീതികളുടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനമാണ് ആകർഷിക്കേണ്ടത്. പക്ഷെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയില്ല. നിങ്ങൾ തൃപ്തിപ്പെടണമെന്നും പറഞ്ഞാൽ കൊടുത്തത്. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞ് തൃപ്തിയില്ല. ആർക്കായി തൃപ്തിയില്ലാതെ വന്നതെന്നറിയാമോ? അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതി. അവരാണ് വെറുപെറുത്ത് തുടങ്ങിയത്. 12-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിലുണ്ട് അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. പുറപ്പാട് 12-38 വരുമ്പോൾ ആരായിരുന്നു ഈ സമ്മിശ്ര ജാതി എന്ന് പറയാം. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചോരത്തളിയും പെസഹയും ആചരിച്ച ഇസ്രയേൽ മാത്രം ഇറങ്ങണമെന്നാണ് ദൈവം പറഞ്ഞത്. അതെ, ഇസ്രയേൽ മുഴുവനും ചോരത്തളിയും പെസഹയും ആചരിച്ചു. അങ്ങനെ അവരോട് കൂടെ പാർത്തിരുന്ന ഒരു കൂട്ടം പരദേശികൾ, എങ്ങനെ വന്നെന്ന് പറയാം.
ഇസ്രയേലിലെ പെമ്പിള്ളേരെ കണ്ടിട്ട് നന്നായിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ഒരുത്തനൊരു തോന്നൽ. പക്ഷെ ഇസ്രയേലിൻ്റെ പ്രമാണം പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് പെമ്പിള്ളേരെ കൊടുക്കുകയില്ല. എന്നാൽ പിന്നെ ഞാനും അങ്ങ് പരിച്ഛേദന ഏറ്റേക്കാം. കല്യാണം കഴിക്കണമെന്നൊരു തോന്നൽ, അതിനുവേണ്ടി കുറേ എണ്ണം വെളിയിൽ നിന്ന് വന്നുകൂടി. അകത്ത് കയറി അവർ പരിച്ഛേദന ഉള്ളവരാണ് നോക്കിയാൽ ഇസ്രയേലാന്ന് തോന്നും. മുങ്ങിയതല്ലേ എല്ലാവരും സ്നാനപ്പെട്ടതല്ലേ? കല്യാണ സ്നാനം കഴിച്ചവരുണ്ട്, അമേരിക്കയ്ക്ക് പോകാൻ സ്നാനം കഴിഞ്ഞവരുണ്ട്, അങ്ങനെ പലതിനും സ്നാനം കഴിഞ്ഞ പലരുമൊക്കെ ഉണ്ട്, കുടുംബ സമാധാനത്തിന് സ്നാനം കഴിഞ്ഞതുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ, ഇതെല്ലാം കൂടെ ഇസ്രയേലിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. ഇവരെക്കുറിച്ച് ബൈബിൾ പറയുന്ന സമ്മിശ്രജാതി. ഈ ആശയം ലഭിക്കുന്നവർക്കായി സ്തോത്രം. ഇവരെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത് സമ്മിശ്രജാതി. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് മന്ന തരികയാണ്, ആ മന്നയാൽ നിങ്ങൾ തൃപ്തിപ്പെടണം. പക്ഷെ സമ്മിശ്ര ജാതികൾ പറഞ്ഞു, പോരാ, ജാതികൾക്കുള്ളതുപോലെയൊക്കെ ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്ക് ഇതുകൊണ്ട് തൃപ്തിയില്ല. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ഇറച്ചിക്കലങ്ങളുടെ അരികിലിരുന്നത് ഓർമ്മയുണ്ട്. ഇറച്ചിക്കലങ്ങളുടെ അരികിലിരുന്നതിനെക്കുറിച്ച് പറഞ്ഞ ചുവമരിഞ്ഞോട്ട് തുടങ്ങുക. ചുറ്റുള്ളി, ചുവന്നുള്ളി, വെള്ളരിങ്ങ, മത്തങ്ങ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അന്ന് കണക്കില്ലാതെ ഞങ്ങൾ കഴിച്ചതാ. എൻ്റെ പൊന്നെ, അടിമപ്പണി ചെയ്ത് വല്ലവൻ്റെ തല്ലും കൊണ്ട് കിട്ടുന്ന നിസ്സാരമായ ശമ്പളത്തിൽ നിന്ന് കഷ്ടിച്ചഷ്ടിക്കുള്ളത് വാങ്ങി ചെലവ് കഴിഞ്ഞ നിങ്ങളുടെ നിലവിളി കേട്ടോണ്ടാണ് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം ഇനി പോരുന്നപ്പോൾ പറയാം, ഞങ്ങൾക്ക് ഭയങ്കരനായിരുന്നു, ഭയങ്കരനായിരുന്നു. പലരും സ്നാനപ്പെട്ട് വെച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ, അയ്യോ പണ്ട് ഞങ്ങൾ എന്നായിരുന്നു അറിയാമോ? കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇവർക്ക് സ്വന്തം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, രാജാക്കന്മാരായിരുന്നു. ഒന്നുമല്ല, പണ്ടും കഷ്ടിച്ച് പട്ടിണിയായിരുന്നു. അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വിവരമറിയുന്നത് ഞങ്ങൾ ആരായിരുന്നറിയാമോ, എന്നെ കുടുംബമായിരുന്നെന്നറിയാമോ, എൻ്റെ പൊന്നെ എത്ര പേര് ഓടിച്ചതാണെന്നുള്ളത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഇവർ പറയുകയാണ് സമ്മിശ്ര ജാതിയാണ്, ഇറങ്ങി വരാൻ ആരും ആവശ്യപ്പെട്ടതല്ല, പക്ഷെ ഇവരും കൂടെ ഇറങ്ങി വന്നതാണ്. വന്നുവെച്ചവർ പറയുകയാണ്, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിങ്ങ മുതലായത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇറച്ചിക്കലങ്ങളുടെ അടുക്കലാണ് ഇരുന്നത്. ഞങ്ങളിത് ഈ മന്ന തിന്നങ്ങ് മടുത്തു. ഞങ്ങളുടെ പ്രാണൻ ഞങ്ങളുടെ ഉള്ളിൽ പൊരിഞ്ഞു. യഹോവയ്ക്ക് അതൃപ്തി തോന്നുമാറിവന്മാർ അനാവശ്യം വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് രാവിലെ മന്നായും, അതുകൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടേണ്ടത്, വൈകുന്നേരത്തെ ഇറച്ചിയും തരാം. രാവിലെ മന്നായും വൈകുന്നേരത്തെ ഇറച്ചിയും തരാം. എന്നാൽ ഇത്രയും അതൃപ്തി പ്രകടിപ്പിച്ച ജനമല്ലേ, നിനക്ക് മന്ന വേണ്ടടാ, നീ കൊണ്ട് ഇറച്ചി തന്നെ തിന്നാൻ എൻ്റെ കർത്താവ് പറയത്തില്ല. ദൈവം തന്നാൽ മന്ന ഉൾപ്പെടെ ഉള്ളൂ. ദൈവം തന്നാൽ ക്രിസ്തുവിനെ കൂടാതെ തരത്തില്ല. ദൈവം തന്നാൽ യേശുവില്ലാതെ തരത്തില്ല. ദൈവം തന്നാൽ പ്രമാണമില്ലാതെ തരത്തില്ല. ഞാൻ നിങ്ങൾക്ക് മന്ന രാവിലെ തരാം, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. പിന്നെ യവന്മാരുടെ വായിലിടാൻ വൈകുന്നേരത്തെ ഞാൻ കാടപ്പക്ഷിയും തരാം. അങ്ങനെ രണ്ടും കൂടെ കൊടുത്തു തുടങ്ങി. 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൃപ്തി വരേണ്ടത് മന്ന കൊണ്ടാണ്. 16:12 ദയവായി വായിച്ചാട്ടെ. 16:12 നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. 16-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും തൃപ്തി വരേണ്ടത് എൻ്റെ മന്ന കൊണ്ടാണ്. ഇന്ന് പകൽ ദൈവവേദനയെ നമുക്ക് പലതും ഉള്ളതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ തൃപ്തി വരൂ എന്ന് കരുതുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഓൺലൈൻ സർവീസ് നമുക്കുണ്ടെങ്കിൽ പോലും ദൈവമക്കൾ തമ്മിൽ കണ്ട് ആരാധന കഴിക്കുന്നതിൽ, ആ കൂട്ടായ്മ ആചരിക്കുന്നതിൽ തൃപ്തി കണ്ടെത്തുവാൻ, നിർവൃതി കണ്ടെത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം. നമ്പേഴ്സ് 11-ാം അധ്യായം 1 മുതൽ 44 വരെ വായിച്ചാൽ 1 മുതൽ 4 വരെ വായിച്ചാൽ യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമോ, പെറുപെറുത്തു. അതുകൊണ്ട് കർത്താവ് ചില പ്രമാണങ്ങൾ അവർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. ചില പ്രമാണങ്ങൾ കൊടുക്കുവാൻ. വായിക്കാം. 1-ാമത്തേത് തൃപ്തി വരയണമെന്നുള്ളതായിരുന്നു. അവന്മാർക്ക് തൃപ്തി വന്നില്ല. പ്രമാണവും ലംഘനവും കൂടെ ഒരുമിച്ച് പോകുന്നത് കാണാം. പ്രമാണം നിങ്ങൾക്ക് തൃപ്തി വരണമെന്നായിരുന്നു, പക്ഷെ ചിലർക്ക് തൃപ്തി ആയില്ല. അവരെ 1-ാം പ്രമാണം തെറ്റിച്ചു. 2-ാമത്തെ പ്രമാണം 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ രാവിലെ പോയി പെറുക്കേണം. 16:21 ഞാൻ 16-ാം അധ്യായത്തിൽ തന്നെ നിൽക്കുക കുറച്ചു നേരം. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കുവാനുള്ളിടത്തോളം പെറുക്കും. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും. വായിച്ചു.
വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. ദൈവമേ, ദൈവത്തെ അന്വേഷിക്കേണ്ടത് എനിക്കും കൂടെ തോന്നുമ്പോഴല്ല, എനിക്കും കൂടെ സമയമുണ്ടാകുമ്പോഴല്ല, അതിരാവിലെ ഞാൻ പെറുക്കേണ്ടതാണ്. എത്രയുമാണ് പെറുക്കേണ്ടത്? ഒന്നാമത്തെ പ്രമാണം തൃപ്തിയാകണമെന്നുള്ളതായിരുന്നു, തെറ്റിച്ചു. രണ്ടാമത്തെ പ്രമാണം അതിരാവിലെ പെറുക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ പെറുക്കിയെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ഒത്തിരി ഉരുകിപ്പോയി. രണ്ടാമത്തെ പ്രമാണം തെറ്റിച്ചു. ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെടുന്നത് മുഴുവനും ഞാൻ അംഗീകരിക്കേണ്ടതിനാണ്. ഒത്തിരി ഉരുകിപ്പോയ ചരിത്രങ്ങൾ അറിയാം. പുറകോട്ടിരുന്ന് നോക്കുമ്പോൾ എം.എ. വർഗീസിന് ജീവിതത്തിൽ പറയാം, കർത്താവേ, എത്രയോ സമയങ്ങൾ ഞാൻ നഷ്ടമാക്കി. എനിക്ക് വേണ്ടതുപോലെ ഉപവസിക്കുവാൻ, വേണ്ടതുപോലെ വചനം പ്രിപ്പയർ ചെയ്യുവാൻ കഴിഞ്ഞില്ല. 6 മണിക്കൂർ ഉറങ്ങിയ സ്ഥാനത്ത് ഒരുപക്ഷെ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതിയായിരുന്നു. അല്പം കൂടെ മുമ്പേ തിരുവചനം പഠിക്കാൻ ഇരിക്കാമായിരുന്നു. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ആളുകളുടെ ചോദ്യങ്ങൾ വളർന്നു വരുമ്പോൾ, ദൈവമേ, കുറച്ചു സമയം കൂടെ ദൈവ മുമ്പിൽ തന്നെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾക്കും കൂടെ ആൻസർ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. ചിന്നിയവരും ചിതറിയവരുമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും സംശയം വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം ഒരുപാടാണ്. അനാവശ്യ കാര്യം പറയാൻ വിളിക്കുന്നവരെ ഞാൻ സാധാരണ എൻ്റർടൈൻ ചെയ്യാറില്ല. അതിന് എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ വേറെയുണ്ട്, അവർക്കൊക്കെയും ചെയ്യാൻ കഴിയും. എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇന്ന പാസ്റ്റർ ഇന്നതുപോലെ പ്രസംഗിച്ചു, മറ്റേ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചു, ഏതാ ശരി? ഞാൻ പറഞ്ഞു, 2 പേരുടെ അടുക്ക പോയി അന്വേഷിക്കുക, എന്നെ അങ്ങ് വിടെ. എൻ്റെ ജോലി വേറെയാ. തന്നെപ്പോലെയുള്ളവരുടെ സമയം കൊല്ലാനല്ല എന്നെ വെച്ചിരിക്കുന്നത്. എനിക്ക് ദൈവവുമായി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ദൈവവുമായി ചില ഇടപെടലുകളുണ്ട്. അല്ല പാസ്റ്റർ, ഇതാണോ അതാണോ ശരി? ഇവിടെ താനൊരു നല്ല സഭയിൽ പോയി അവിടെ ജോയിൻ ചെയ്യ്. അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, എന്നെ വിട്, എനിക്ക് ദൈവത്തെ സേവിക്കുവാനുണ്ട്. നേരം പുലർന്ന ശേഷം, അല്പം കൂടെ വൈകിയ ശേഷം പെറുക്കാൻ ഇറങ്ങാമെന്ന് കരുതിയാൽ എൻ്റെ പ്രിയപ്പെട്ടവനെ കിട്ടത്തില്ല, ഉരുകിപ്പോകും. സമയം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ പിന്നെയും ഞാൻ ഓർപ്പിക്കട്ടെ, മന്നായുടെ ഉപമയിൽ നിന്നുകൊണ്ട് സമയത്തിന് പെറുക്കേണമെന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, ആ കണ്ടീഷനും അവർ തെറ്റിച്ചു. അവരെക്കുറിച്ച് പിന്നത്തേതിൽ മാനസാന്തരത്തിന് അവസരം കാണാത്തവരെന്നൊരു പ്രയോഗമുണ്ട് ബൈബിളിൽ. പിന്നത്തേതിൽ മാനസാന്തരത്തിന് അവസരം കാണാഞ്ഞവർ, സമയം നഷ്ടപ്പെടുത്തിയവർ. കണ്ണുകൊണ്ട് കാണും പക്ഷേ അനുഭവിക്കത്തില്ലെന്ന് പറയുന്നവർ. നിന്റെ കണ്ണുകൊണ്ട് നീ ദൈവത്തിൻ്റെ കൃപ കാണും, പക്ഷെ നിനക്ക് അനുഭവിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നവർ. ദൈവം നീതിയുള്ളവനാണ്. നാം ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നാൽ കാണുവാനും അനുഭവിക്കാനും കർത്താവ് കൃപ തരും. മൂന്നാമതൊരു പ്രയോഗം യേശു ഉപയോഗിച്ചത്, നീയും ദൈവരാജ്യത്തോട് അകന്നവനല്ല. ഇന്ന് പകൽ ഈ ഹോളിനകത്ത് കയറിയിരുന്ന് ആരാധിക്കുവാൻ ഇവിടെ വന്നതിൽ ഒരാൾ വാതിലിൻ്റെ വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് അല്ലെ 2.5 ഇഞ്ച് കട്ടിയുള്ള ഒരു വാതിലായിരിക്കും നമുക്കുള്ളത്. അതിൻ്റെ വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ യേശുവിന് പറയാനുള്ളത്, ഹതഭാഗ്യവാനേ, ഇത്രയും യാത്ര ചെയ്ത് ഇവിടം വരെ വന്നിട്ട് അകത്ത് കയറാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ, നീ വെളിയിലാണോ നിൽക്കുന്നത്? അവസരം കളയരുതേ. രാവിലെ മന്ന ഉരുകുന്നതിന് മുന്നമേ പെറുക്കി തിന്നുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. മൂന്നാമത്തെ പ്രമാണം 16:4 തന്നെ, അന്നത്തേക്ക് വേണ്ടതന്ന് പെറുക്കേണം. ഇന്നത്തേക്ക് വേണ്ടത് എത്രയുമാണെന്ന് ദൈവം ഒരളവ് വെച്ചിട്ടുണ്ട്. വലിയവർക്കും ചെറിയവർക്കും ആളൊന്നിന് ഒരിടങ്ങഴി വീതം എടുക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അത് നിങ്ങൾ പെറുക്കിയെടുക്കണം. 16-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ചിലരേറെ പെറുക്കി, ചിലർ കുറച്ച് പെറുക്കി, തെറ്റിച്ചു. പ്രമാണങ്ങൾ കൊടുക്കുകയാണ് ദൈവം. എന്തിനാണ് മന്ന കൊടുത്തത്? എൻ്റെ ജനം ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാനവരെ ഒന്ന് പരീക്ഷിക്കേണ്ടതിന്. ഞാനവരെ ന്യായപ്രമാണം പാലിക്കുന്നവരാണെങ്കിൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിലൊന്നും വരുത്താതെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞ് ദൈവിക അനുഗ്രഹത്തിൻ്റെ അകത്ത് നിർത്തുവാൻ നിങ്ങൾ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് കാണേണ്ടതിന് കൊടുക്കുന്ന പ്രമാണങ്ങളാണ്. ആളൊന്നിന് ഒരിടങ്ങഴി വീതം. ഞാനിപ്പോഴും ഇതെടുക്കുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി പ്രയറിലും പറഞ്ഞു, ഞാനാണെങ്കിൽ ചിലപ്പം വിചാരിക്കുമായിരിക്കും, വലിയ ഉപദേശിമാരൊക്കെ പോയി വലിയ വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കട്ടെ, ഞാൻ ചെറുതേലങ്ങ് നിന്നോളാം. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരാത്മാവിനെ നേടുവാൻ കർത്താവ് കൃപ തരുവാൻ പ്രാർത്ഥിക്കണം. വളരെ നല്ല കാര്യമാണ്, അത് കൂടുതൽ പ്രാർത്ഥിച്ചോളാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ചിലർ പറയും, അത് എൻ്റെ ജോലിയല്ല, വേറൊരാളുടെ ജോലിയാണ്, അത് അവൻ പെറുക്കട്ടെന്നേ, എനിക്ക് അത്രയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ പിള്ളേരോട് പറയടാ, കൊച്ചു പിള്ളേർക്ക് ഇത്രയത്തിൻ്റെ ആവശ്യമില്ല, കൊച്ചു പിള്ളേർ കുറേശ്ശെ എടുത്താൽ മതി. കർത്താവ് പറഞ്ഞ്, ചെറുതുപോലും വലുതുപോലും എൻ്റെ സന്നിധിയിൽ വന്നു പോയെങ്കിൽ
ഈ വടക്കേ ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് വേണ്ടി പോകുമ്പോൾ പലപ്പോഴും ഒരു ചിന്ത എന്നെപ്പോലെയുള്ള തെക്കേ ഇന്ത്യക്കാർക്കുണ്ട്, മലയാളികൾക്കുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്ന് പുതുതായി മുൻപോട്ട് വരുന്ന അധികം പേരോടും പറഞ്ഞാൽ അവർക്ക് വേണ്ടത്രയും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവരോട് ലളിതമായി യേശു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ചെഞ്ഞു പോരുന്നാൽ മതി, അതിനേക്കാൾ കൂടുതലൊന്നും അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആഴമുള്ള ക്ലാസ് എടുക്ക്. കർത്താവേ, ഇന്നിങ്ങോട്ട് വരുന്നവർക്കോ ഇന്നിങ്ങോട്ട് വരുന്നവർക്ക് ആഴത്തിൽ ക്ലാസ് എടുത്ത് വരുമ്പോഴാണ് പറയുന്നത് അവർ എന്നേക്കാൾ മുകളിലാകാൻ പോകുകയാണ്. ചെറിയവനും വലിയവനും കർത്താവ് ഒരു അളവ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ് മാനസാന്തരം, എല്ലാവർക്കും ഉള്ളതാണ് സ്നാനം. ഞാൻ എന്നടാ സ്നാനപ്പെടാൻ അത്ര പാപിയാണോ എന്ന് ചോദിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ആന്ന് സഹോദര, അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. ഞങ്ങളുടെ ഇന്നാരും വലിയ ഭക്തന്മാരല്ലേ, അവർ സ്നാനപ്പെടണോ? ഞാൻ അവൻ്റെ കാര്യമായി പറഞ്ഞ് സ്നാനപ്പെടണമെന്ന്. ചെറിയവർക്കും വലിയവർക്കും അളവൊന്നാണ്. ഒരേ അളവിൽ അളക്കുക. വലിയവർക്കും ചെറിയവർക്കും ഒരടങ്ങഴി വീതമാണ് എടുക്കേണ്ടത്. പക്ഷേ ചിലരേറെയും പെറുക്കി, ചിലർ കുറച്ചും പെറുക്കി. നാലാമത്തെ പ്രത്യേകത 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളിച്ചേ. 6-ാമത്തെ ദിവസം പെറുക്കുന്നവർ ഇരട്ടി പെറുക്കണം. 5-ാം ദിവസം പെറുക്കിയതുപോലെയും 4-ാം ദിവസം പെറുക്കുന്നത് പോലെയും അല്ല, 6-ാം ദിവസം ഇരട്ടി പെറുക്കണം. അതും അവർ തെറ്റിച്ചു. 16-ാം അധ്യായത്തിൻ്റെ അതും അവർ തെറ്റിച്ചു. ചിലർ പെറുക്കാനേ പോയില്ല, ചിലർ കൂടുതൽ പെറുക്കാൻ പോയില്ല, ചിലർ ഇരട്ടി പെറുക്കാൻ പോയില്ല. കാരണം അവർ പ്രതീക്ഷിച്ചു 7-ാം ദിവസവും ഉണ്ടാകുമെന്ന്. ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുന്നമേ 6-ാം ദിവസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തവാ? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഒരു കണക്കിൽ പറഞ്ഞാൽ 6-ാം യുഗത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ക്രിസ്തീയ കാലഘട്ടങ്ങളെ പല യുഗങ്ങളായി തിരിച്ച്, ബൈബിൾ കാലഘട്ടങ്ങളെ പല യുഗങ്ങളായി തിരിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ട്. അതിൽ 7-ാമത്തെ യുഗം സഹസ്രാബ്ദ യുഗമാണ്. യേശു ഇവിടെ മടങ്ങി വരികയും തൻ്റെ സിംഹാസനം യെരുശലേമിൽ സ്ഥാപിച്ചുകൊണ്ട് ലോക ജനതയെ മുഴുവനും വാഴുകയും ചെയ്യുന്ന ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന, സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന ഒരു സമയം വരും. സിയോൻ കോട്ടയ്ക്കകത്ത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം 1000 സംവത്സരമുണ്ട്. അതിനെയാണ് 7-ാം ദിവസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തൊട്ടു പുറകിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. നാം ദൈവത്തിൻ്റെ 6-ാം നാളിലാണ് നിൽക്കുന്നത്. 6-ാം നാളിൽ ജീവിച്ചിരിക്കുന്ന ദൈവ പൈതലേ, കഴിഞ്ഞ തലമുറ പെറുക്കിയതിൻ്റെ ഇരട്ടി പെറുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതിൻ്റെ ഇരട്ടി അനുഭവിക്കുവാൻ ഒരു പെന്തക്കോസ്തൽ യുഗം തുറന്നു തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതിൻ്റെ പിൻപിലുള്ളവർക്ക് ഇല്ലാഞ്ഞത് പെന്തക്കോസ്ത് യുഗത്തിന് എടുക്കുവാൻ കഴിയും. പണ്ട് അന്യഭാഷ ഇല്ലായിരുന്നു, വ്യാഖ്യാനം ഇല്ലായിരുന്നു, കൃപാവരങ്ങൾ ഇല്ലായിരുന്നു. പ്ലെയിൻ ഗോസ്പൽ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. 6-ാം നാളിൽ ജീവനോടിരിക്കുന്ന ബേഥലൈറ്റ്സിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. 6-ാം നാളിൽ പെറുക്കുമ്പോൾ ഇരട്ടി പെറുക്ക്. പക്ഷേ അവരൊരുപാട് പേര് അനുസരണക്കേട് കാണിച്ചു. നമ്മളിലും അനേകർ അനുസരണക്കേട് കാണിച്ചു. അപ്പൂപ്പന്മാർക്ക് കിട്ടിയ വെളിപ്പാട്, 500 വർഷം മുമ്പ് കിട്ടിയ വെളിപ്പാട്, അതിനകത്തങ്ങ് നിന്നാ പോരാ. അവരെല്ലാം നരകത്തിലാണോ പോകുന്നത്? അവരുടെ കല്ലറകളല്ലയോ അവിടെ കിടക്കുന്നത്? എൻ്റെ പൊന്നെ, ആ കല്ലറ അവിടെ കിടക്കട്ടോ, താൻ അതിനകത്ത് പോകാതെ സ്വർഗത്തിൽ പോകാൻ നോക്ക്. എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകാൻ നോക്ക്. അതിനുവേണ്ടി 6-ാം നാളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഇരട്ടി പെറുക്കണമെന്നുള്ളതായിരുന്നു ദൈവിക വ്യവസ്ഥ. ആളൊന്നിന് ഇടങ്ങഴി വീതമായിരിക്കണം. ചിലർ ഏറെ പെറുക്കി, ചിലർ കുറച്ച് പെറുക്കി. പിറ്റന്നാളേക്ക് ശേഷിപ്പിക്കരുത് എന്നായിരുന്നു അടുത്ത കൽപ്പന. ദയവായി 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. പിറ്റന്നാളത്തേക്കുള്ളത് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. ഇന്ന് ലഭിച്ച ദൈവകൽപ്പനകൾ ഇന്ന് തന്നെ അനുസരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. എനിക്കറിയാം, ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവർക്ക് പോകുവാനുള്ള സമയമായതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് 7-ാമത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണമെന്നൊരു പ്രമാണമുണ്ട്. ഞാനിവിടെ പിന്നെ വന്നോളാം. ശ്രദ്ധിച്ച് കേട്ട് ദൈവത്തെ അനുസരിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. പ്രധാനമായും ഹാർവസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതാണ്ട് 8-10 മാസങ്ങൾക്ക് ശേഷം ലൈവിൽ ഒരുമിച്ച് കാണുവാൻ ബ്രദർ ബിബിയെ ദൈവം ശക്തീകരിച്ച്, ഹാർവസ്റ്റിനെ ദൈവം ബലപ്പെടുത്തി നമ്മെ ഒരുമിച്ച് ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ അടിയനെ ശ്രദ്ധിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹാർവസ്റ്റിൽ ഇരിക്കുന്നവരെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ തന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ആ ജനം വാഴ്ത്തപ്പെടട്ടെ. ദൈവകൃപ അവരോടുകൂടി ഇരിക്കണമേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ പ്രമാണം, തിന്ന് തൃപ്തി പ്രാപിക്കേണ്ടത് ദൈവത്തിന് മന്നായാലാണ്. പക്ഷേ അവർ തൃപ്തി പ്രാപിച്ചില്ല.
രണ്ടാമത്തെ പ്രമാണം രാവിലെ തോറും പെറുക്കണമെന്നതായിരുന്നു. ചിലർ താമസിച്ചതിനാൽ മന്ന ഉരുകിപ്പോയി. മൂന്നാമത്തെ പ്രമാണം അന്നന്ന് വേണ്ടത് ഒരിടങ്ങഴി വീതം പെറുക്കണം. അവർ തെറ്റിച്ചു. 16:17 വായിച്ചു. ചിലരേറെയും ചിലർ കുറച്ചും പെറുക്കി. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ചെയ്തത് അങ്ങനെയാ. പറഞ്ഞത് ഇങ്ങനെയാ, ചെയ്തത് അങ്ങനെയാ. ചിലരേറെ പെറുക്കി, ചിലർ കുറച്ച് പെറുക്കി. ദൈവത്തിൻ്റെ കരുണയാൽ ചങ്ങഴി കൊണ്ട് അളന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വേണ്ടടാ വേണ്ട, അങ്ങനെ കുറവും കൂടുതലും വേണ്ട. അളക്കുന്ന ചില സഭകളുണ്ട്, അളക്കുന്ന ചില ശുശ്രൂഷകന്മാരുണ്ട്. ദൈവമേൽപ്പിച്ച ചങ്ങഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേലിൻ്റെ ചങ്ങഴിയിലേക്ക് എടുത്തിടുമ്പോൾ കുറവുള്ളത് കുറവാണ്, കൂടുതലുള്ളത് കൂടുതലാണെന്ന് പറയുവാൻ ദൈവം തന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ചിലർ ഏറെ പെറുക്കി, ചിലർ കുറച്ച് പെറുക്കി. നാലാമത്തെ പ്രമാണം 6-ാം ദിവസം പെറുക്കുന്നവർ ഇരട്ടി വീതം പെറുക്കണം. പക്ഷേ ഒത്തിരി പേര് അങ്ങനെ പെറുക്കാതെ വന്നു. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. 16-ാം അധ്യായം 13-ാം വാക്യം. വൈകുന്നേരം കാടകൾ വന്നു പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണു കിടന്നു. വീടുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ചു മഞ്ഞുപോലെ നിലത്തു കിടക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം. ഇത് പെയ്ത സമയത്ത് മന്ന തന്നെയല്ല പെയ്തത്, മന്നായും മഞ്ഞും കൂടാ പെയ്തത്. റെഫ്രിജറേഷൻ സിസ്റ്റം ദൈവം മരുഭൂമിയിൽ കൊണ്ടുവരികയാണ്. മന്ന മരുഭൂമിയുടെ ചൂടിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അഴുക്കായി പോകും. അത് അഴുക്കായി പോകാതെ ഇരിക്കേണ്ടതിന് മഞ്ഞിനകത്ത് പൊതിഞ്ഞിടുവാൻ തീരുമാനിച്ചു. ഒരു ലെയർ മഞ്ഞ് പൊഴിയും, അതിൻ്റെ മേളിലോട്ട് ഒരു ലെയർ മന്ന പൊഴിയും, വീണ്ടും ഒരു ലെയർ മഞ്ഞ് പൊഴിയും, ഒരു ലെയർ മന്ന പൊഴിയും. ഇങ്ങനെ മഞ്ഞും മന്നായും ഒരുമിച്ച് മാത്രമേ പൊഴിയത്തുള്ളൂ. വേറൊരു ആത്മീക അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ വചനവും എൻ്റെ വാക്കുകളിലൂടെയാണ് പുറത്തു വരുന്നത്. ഇതിനകത്ത് ആരെങ്കിലും ഒരുത്തൻ മഞ്ഞും കൊണ്ട് പോയാൽ അവന് തൃപ്തി വരത്തില്ല, അവൻ്റെ ശരീരം പുഷ്ടിപ്പെടത്തില്ല, അവൻ്റെ വസ്ത്രം വളരത്തില്ല, അവൻ്റെ ചെരുപ്പ് ഉറയ്ക്കത്തില്ല. പകരം മന്നായാണ് എടുക്കേണ്ടത്. പലരും ഈ വാക്കേ കയറി പിടിക്കാറുണ്ട്. അവൻ്റെ വാ തണുക്കുമെന്നതിൽ കവിഞ്ഞ് ഒരു പ്രയോജനവുമില്ല. പ്രയോജനപ്പെടേണ്ടത് ഇതിനകത്തിരിക്കുന്ന മന്നായ. എന്നാൽ പിന്നെ തമ്പുരാനെ ഈ വാക്കില്ലാതെ മന്ന തന്നെ ഇങ്ങോട്ട് ഇടത്തില്ലായിരുന്നോ, അശരീരി കേൾക്കത്തില്ലായിരുന്നോ? മോനെ, അങ്ങനൊരു പ്രമാണം ദൈവത്തിനില്ല. ഇതൊന്നിച്ചേ വരത്തുള്ളൂ. കർത്താവേ, നല്ല മഞ്ഞിനകത്ത് പൊതിഞ്ഞു കെട്ടി കൊടുക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പുൾപിറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുവാൻ, കണ്ട വൃത്തികേടുകൾ വിളിച്ചു പറയാതെ, അസഭ്യങ്ങൾ പുലമ്പാതെ, വേണ്ടാധീനം പറയാതെ, മനുഷ്യന് പ്രയോജനപ്പെടുന്ന നല്ല വാക്കുകൾ വരണേ എന്ന് എനിക്ക് താല്പര്യമുണ്ട്. തെറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. ഭൂമിയിൽ എല്ലാവർക്കും തെറ്റും, എനിക്കും തെറ്റും. പക്ഷേ എല്ലാവർക്കും തെറ്റുന്നതിൻ്റെ 100-1 പോലും തെറ്റാതെ കർത്താവ് ഇതുവരെ സൂക്ഷിക്കുന്ന മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആവർത്തിക്കട്ടെ, മഞ്ഞിനകത്ത് പൊതിഞ്ഞു കെട്ടി മാത്രമേ മന്ന വരൂ. ഇതിനകത്തെ മഞ്ഞങ്ങ് അലിഞ്ഞു പോയി കഴിയുമ്പോൾ മന്ന തന്നെ കിടക്കുന്നത് അവർ കണ്ടു. പക്ഷേ ആ മഞ്ഞിൻ്റെ തണുപ്പ് മാറുന്നതിന് മുന്നമേ പെറുക്കിക്കോണം, ഇല്ലെങ്കിൽ മന്ന ഉരുകിപ്പോകും. മനസ്സിലാകുന്നുണ്ടോ? എം.എ. വർഗീസ് പ്രസംഗിച്ചതല്ലേ, ഞാനും സ്നാനപ്പെടുന്നു കേട്ടോ എന്ന്. 5 കൊല്ലം കഴിയട്ടെ മോനെ, അതിനു മുമ്പേ ഇത് ഉരുകുമടാ. മാത്രമല്ല, ഇത് പെറുക്കി വെച്ചിരുന്നാൽ ഇത് ക്രമിച്ച് നാറുമടാ, ഇത് പോയിസനായി മാറുമടാ. ഇനി താവോട്ടെടുത്ത് വരുമ്പോഴാണ് കാണുന്നത് മഞ്ഞിനകത്ത് പൊതിഞ്ഞു കെട്ടിയ മന്ന. കർത്താവേ, നല്ല മന്ന, നല്ല മഞ്ഞിൽ പൊതിഞ്ഞു കെട്ടുവാൻ നല്ല വാക്കുകൾ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവ പൈതലേ, വാക്കിൽ കുടുക്കാനാണ് പിശാച് വരുന്നത്. കാരണം ഇതിനകത്തെ മന്നയെ ചോർത്തിക്കളയുവാൻ ഈ വാക്കുകളിൽ കുടിക്കിയാ മതി. യേശുവിനെ വാക്കി കൊടുക്കണം. എന്തിനാ? ഇതിനകത്ത് യേശു പറയുന്ന ദൂത് പിന്നാരും കേൾക്കാൻ പോകത്തില്ല. മന്നായെ ചോർത്തിക്കളയേണ്ടതിന് വാക്കിൽ കുടുക്കുവാൻ നടക്കുന്ന പൈശാചിക വ്യാപാര ശക്തികൾ എല്ലായിടത്തും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഇതിനകത്തെ മഞ്ഞുരുകി കഴിയുമ്പോൾ മന്ന കയ്യിലെടുക്കും. ഞാൻ ഇന്ന് ഇടപെടുന്ന വാക്കുകൾ പലതുമുണ്ട്, പക്ഷേ അതിനപ്പുറത്ത് ദൈവം നിങ്ങളോട് ഇടപെടും. സത്യം സത്യം സത്യം. പലരോടും പ്രാർത്ഥിച്ച് ഞാൻ ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ വിളിച്ചു പറയും, പാസ്റ്റർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ അതുപോലെ ചെയ്തു. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് അവർ മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഇട്ട കൊച്ചു വിത്തിനെ ദൈവം അവരുടെ ഉള്ളിലങ്ങ് വളർത്തി.
അവർ കേട്ടത് ദൈവത്തിങ്കൽ നിന്ന്. ഇത് ഞാനെന്നീ പറയുന്നത് എം.എ. വർഗീസിൻ്റെ തന്നെ ചരിത്രമല്ല. ഇതിനകത്ത് ദൈവവചനം പ്രഘോഷിക്കുന്ന അനേകർ കൃപയാൽ ഈ സഭയിലുണ്ട്. അവരുടെ എല്ലാം അനുഭവത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതല്ല ദൈവം അവരോട് ഇടപെട്ടത്. അവരോടൊന്ന് ഇടപെടുവാൻ വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ ഏതാണ്ട് ചിലത് ഏൽപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്തവർക്ക് മനസ്സിലാകുവാൻ ദൈവശക്തി അവരുടെ മേൽ വലുതായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവശക്തി അവരുടെ മേൽ വലുതായിരുന്നു. ഓക്കെ, മഞ്ഞ് ഉരുകി മാറിയ ശേഷം മഞ്ഞ കൊത്തമ്പാലരി പോലെ കിടക്കും. അതിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പം ഇവരെല്ലാം കൂടെ ഒരു ചോദ്യം, ഇതെന്തുവാ കിടക്കുന്നത്? അല്ല, നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ചർച്ച് ഹോളിനകത്ത് അരി വാരി വെതറിയതുപോലെയോ പയറു വാരി വെതറിയതുപോലെയോ മണൽ വാരി വെതറിയ പോലെയോ എന്തെങ്കിലും ഒരു വസ്തു ഇതിനകത്ത് കിടന്നാൽ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സാധനം ഇതുവരെ കാണാത്തത് സഡൻലി കണ്ട ഞാനും ചോദിക്കും, ഇതെന്തുവാന്ന് എബ്രായർ ചോദിച്ച വാക്കാണ് മന്നാന്ന് ചോദിച്ചാൽ ഇതെന്തുവാന്ന് എൻ്റെ അർത്ഥം. ഇതെന്തുവാ? ഇവർക്ക് പറ്റിയ ബേസിക് തകരാറ് അറിയാമോ? കഴിഞ്ഞ വൈകുന്നേരം കർത്താവ് പറഞ്ഞതാണോ രാവിലെ മന്ന ഇടുമെന്ന്? അത് കേട്ടില്ലായിരുന്നോ? ഗ്രഹിച്ചില്ലല്ലേ? പലരും കേട്ടത് ഗ്രഹിക്കാത്തതിനാൽ ഇതെന്താന്നൊരു ചോദ്യമുണ്ട്. പലരും കേട്ടത് ഗ്രഹിക്കാഞ്ഞതിനാൽ ഇതെന്ത് കളിയാന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ചോദിച്ചത് നിസ്സാരന്മാരാരുമല്ല, ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരാ, ഇസ്രായേലിൻ്റെ നേതാക്കന്മാരാ. ഇതെന്ത്? അവസാനം മന്നായിക്ക് അവർ പേരിട്ടു, അല്ലെങ്കിൽ അപ്പത്തിന് അവർ പേരിട്ടു മന്ന. ഇതെന്തുവാ? ആർക്കറിയാം? എനിക്കില്ല, നിനക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബന്ധുപ്രയോജനം, ഏത് പ്രയോജനം? മീണ്ടായിരടൂ. ദൈവവും ദൈവജനവും കൂടെ തീർക്കട്ടെ. താങ്കൾ ഇതിന് ഇടയ്ക്ക് കയറാൻ വരുന്നു. ദൈവം ദൈവജനത്തിന് വേണ്ടി ഇട്ടുകൊടുത്ത മന്നായിക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ആ മന്ന പെറുക്കി ഭക്ഷിച്ചവർ തൃപ്തരാകും, അവർ അനുസരിക്കും. അവർക്ക് പറ്റിയ ബലഹീനത, അവർ വിശ്വസിക്കുവാൻ കഴിയാതെ പോയി. ആളൊന്നിന് അവരെ മന്ന എന്നതിനെ വിളിക്കുവാൻ തുടങ്ങി. അവർക്ക് അത് അംഗീകരിക്കുവാൻ കഴിയാതെ പോയി, വിശ്വസിക്കുവാൻ കഴിയാതെ പോയി. ആറാമത്തെ പ്രത്യേകത, പിറ്റന്നാളേക്ക് ആരും ശേഷിപ്പിക്കരുത്. ആറാമത്തെ നിയമം 16:19 വായിച്ചാട്ടെ. പിറ്റന്നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശെ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പിറ്റന്നാളേക്ക് ശേഷിപ്പിക്കരുത്. ഇന്ന് കേട്ടത് ഇന്ന് തന്നെ ചെയ്യണം. വ്യക്തിപരമായി ആണ്ടിൻ്റെ ആരംഭമായതുകൊണ്ട് അല്പം കൂടുതൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ദിവസങ്ങളാണ്. വരുന്ന ഞായറാഴ്ച രാവിലെ ഞാൻ ഒരു സർവീസിന് ഇവിടെ വരുന്നതിന് മുമ്പേ തമിഴിൻ്റെ സർവീസിന് പോയിട്ടേ വരത്തുള്ളൂ. 6:30 മുതൽ തമിഴ് സർവീസിന് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പോകും. ഇത് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ തമിഴിന് വീണ്ടും പോവും. തമിഴിൻ്റെ വേറൊരു സർവീസിന് പ്രസംഗിക്കാൻ. തമിഴിന് എനിക്ക് വന്നേ 5 സർവീസസാണ് ഇപ്പം നടക്കുന്നത്. രണ്ടാമതൊരു സർവീസിന് പ്രസംഗിക്കാൻ പോകും. ഞാൻ തന്നെ ആലോചിച്ചു, ആരോഗ്യം കിട്ടുമോ? 3-4 മെസ്സേജ് ഒരു ദിവസം എടുക്കണമെങ്കിൽ അതിനുള്ള ആരോഗ്യം കിട്ടുമോ? കിട്ടത്തില്ല. അതിന് ഇടയ്ക്കാണ് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിലൊരു തോന്നൽ കൊണ്ടുവന്നത്, അധിക ദിവസങ്ങൾ വൈകാതെ ഓരോ നേരം വീതം 2-3 ദിവസം ഉപവസിക്കാൻ. ഞാനത് ഉപവാസം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ആലോചിച്ച് ഇപ്പോൾ ഉടനെ വേണോ? എൻ്റെ അകത്ത് വന്ന ചോദ്യം പിന്നെ ഇത് തന്നെയാണ്, പിറ്റന്നാളേക്ക് ശേഷിപ്പിക്കുമോ എന്ന്. ഇല്ല കർത്താവ്, ശേഷിപ്പിക്കത്തില്ല. കർത്താവ് അനുവദിക്കുന്നിടത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കും. നിങ്ങളിൽ എത്ര പേര് ഇത് പറയും? കർത്താവ് ഇച്ചിരൂടെ നന്നായി ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്, ഇച്ചിരൂടെ നന്നായി ബൈബിൾ പഠിക്കണമെന്നുണ്ട്, ഇച്ചിരൂടെ നന്നായി പ്രവർത്തിക്കണമെന്നുണ്ട്, യോഗ്യമായി സാക്ഷ്യം സൂക്ഷിക്കണമെന്നുണ്ട്. പിന്നാട്ട് ഇതൂടെ കഴിഞ്ഞിട്ടാട്ട് ചിലർ പറയാറുണ്ട് സ്നാനപ്പെടുന്നത് മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് സ്നാനപ്പെടാം. അങ്ങനെ കല്യാണിച്ച പിള്ളേരാരും നന്നായി ജീവിച്ച് കണ്ടിട്ടുമില്ല. എനിക്ക് ഈ ആശയങ്ങളൊക്കെ മനസ്സിലാവും. ഒരു 4-5 കൊല്ലത്തേക്കൊക്കെ പോവും. അത് കഴിഞ്ഞ് അങ്ങനെ ചൊവ്വേ ജീവിച്ചു പോകുന്നില്ല. എത്ര ശാപം പൊട്ടിച്ചാലും പൊട്ടത്തുമില്ല. എന്നാ കാര്യമെന്നറിയാമോ? നിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് വേറൊരുത്ത നരകത്തിൽ പോയത്. നിൻ്റെ അപ്പനോ അമ്മയോ നരകത്തിൽ പോയത് നിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. ദൈവം പറയുമ്പോൾ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് ശേഷിപ്പിക്കുന്നതൊക്കെയും പാപമായി മാറുമെന്ന് മറക്കരുത്. ശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അവർ കൽപ്പന ലംഘിച്ചു. പിറ്റന്നാളേക്ക് കുറച്ച് പേർ ശേഷിപ്പിച്ചു. കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ എത്രയും കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുമെന്ന്. അത്രയത്തിന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. 7 പുറപ്പാട് പുസ്തകം 15:26 ദൈവം പറയുന്ന ഒരു കൽപ്പനയാണ്. ദയവായിട്ട് കൽപ്പന നോക്കാം. 15:26. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം, ശബത്തായ 7-ാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല. ദൈവം നേരത്തെ പറഞ്ഞു 6 ദിവസം നിങ്ങൾ പെറുക്കണം, 7-ാം ദിവസം ഉണ്ടാകുകയില്ല. പക്ഷെങ്കിൽ ജനം 6-ാമത്തെ ദിവസം ഇരട്ടി പെറുക്കുവാൻ ചെന്നപ്പോൾ 16:22 നോക്കിയേ എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. കേട്ട ജനം ഇരട്ടി വീതം പെറുക്കി.
സംഘപ്രമാണികൾ വന്ന് മോശയോട് പറഞ്ഞു, ജനം പാപം ചെയ്യുന്നു. ഇവിടെ നിന്നെ കേക്കല്ലേ പറഞ്ഞത് 6-ാം ദിവസം ഇരട്ടി പെറുക്കണമെന്ന്? ആരാധനയ്ക്ക് അങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ സംഘപ്രമാണിയാകാൻ കൊള്ളാം, നേരെ നരകത്തിൽ സീറ്റും കിട്ടും. ഞാൻ ശ്രദ്ധിച്ചില്ല. ദൈവസ്ഥാനത്തിലിരിക്കുന്നത് ശ്രദ്ധിച്ചേ ഇരിക്കാവേ. എനിക്ക് തോന്നുന്നത് കഴിവുള്ളിടത്തോളം സ്ഫുടമായി സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ചർച്ചിലെ ശുശ്രൂഷകന്മാരിൽ മിക്കവരും അങ്ങനെ സ്ഫുടമായി സംസാരിക്കും. കാര്യം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകണമല്ലോ, അതിനല്ലേ സംസാരിക്കുന്നില്ലേ, പിന്നെ എന്നെ എടുക്കാൻ. പക്ഷെ ചിലർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർക്ക് കേൾക്കത്തില്ല. നല്ല ശുദ്ധ മലയാളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിലർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മനസ്സിലാകത്തില്ല. സംഘപ്രമാണികൾ ശ്രദ്ധിക്കാതെ വന്നു, കേട്ടത് വിശ്വസിക്കത്തില്ല, പറഞ്ഞത് എന്തുവാന്ന് അറിയാൻ വയ്യ, വീണ് കിടക്കുമ്പോൾ എന്തോ പിന്നെയും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കത്തില്ല. മന്നായുടെ മുമ്പിൽ ഏതെല്ലാം പ്രമാണങ്ങൾ ഉണ്ടായിരുന്നോ ഓരോന്നും ലംഘിക്കപ്പെടുന്നതാണ് കാണുന്നത്. 8-16 അധ്യായത്തിൻ്റെ 21 വാക്യം. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കുവാനുള്ളിടത്തോളം പെറുക്കും, വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 ഇഴങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. 16-27 നോക്കിക്കട്ടെ. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. താണ്ട കിടക്കുന്ന 7-ാം ദിവസവും ചിലർ പെറുക്കാൻ ചെന്നിട്ടുണ്ട്. ഏതാണ്ട് 7-8 കൂട്ടം പ്രമാണങ്ങളാണ് മന്നായുമായി ബന്ധപ്പെട്ട് ദൈവം ഇങ്ങോട്ട് കൊടുത്തത്. ഞാൻ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ജനം മിസ്രയീമിൽ നിന്നിറങ്ങി 75 ദിവസം യാത്ര ചെയ്തു. അതിൽ 3 ദിവസം ശൂർ മരുഭൂമിയിൽ തന്നെയായിരുന്നു, ശുദ്ധ മരുഭൂമി തന്നെയായിരുന്നു. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത വല്ലാത്ത സാഹചര്യം. പോയിടത്തൊക്കെ വെള്ളം കോരി കുടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പോയത്, അല്ലെങ്കിൽ 75 ദിവസമൊന്നും ആർക്കും ജീവിച്ചിരിക്കാൻ ഒക്കുകയില്ല. ഒട്ടും വെള്ളം കിട്ടാത്ത മരുഭൂമിയിൽ വളരെ പതറി നടന്ന് പല മരീചികകൾ കണ്ടു കാണും, പല പ്രശ്നങ്ങൾ നേരിട്ട് കാണും. മരുഭൂമിയിലെ യാത്ര അറിയാവുന്നവർക്ക് ചിന്തിക്കാൻ ഒക്കും. അവസാനം വെള്ളം കണ്ടു, കുടിക്കാൻ ചെന്നപ്പോൾ കുടിക്കാനൊക്കത്തില്ല, കയ്പുള്ള വെള്ളമാണ്. അവർക്ക് പെറുപെറുക്കാവുന്നതിൻ്റെ പരമാവധി പെറുപെറുത്തു. കർത്താവ് പറഞ്ഞു, ഹോൾഡ് ഓൺ, ഈ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി തരാൻ പോകാൻ ഞാൻ. അതുകൊണ്ട് എനിക്കൊരു സഭയുണ്ട്, അതുമായി ബന്ധപ്പെട്ടു എനിക്കൊരു മരമുണ്ട്, കാണിച്ചു തരാം. ആ മരത്തിൻ്റെ കമ്പ് ഇതിനകത്ത് ഇട്ടാൽ മതി, ഇതങ്ങ് മധുരമാകും. മധുരമായതോടെ അവർ വളരെ മധുരമായി ദൈവത്തെ സ്തുതിച്ചു. അങ്ങേയറ്റം സ്തുതിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ഒന്ന് കേട്ടോണം, ഞാൻ തരുന്ന പ്രമാണങ്ങളും കൽപ്പനകളും മുഴുവൻ നിങ്ങൾ പ്രമാണിച്ചോണം. അങ്ങനെ നിങ്ങൾ പോയാൽ ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമാണ്. ഇതാ ദൈവരാജ്യത്തിൻ്റെ തത്വം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ എനിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമാണ്. അങ്ങനെ ഞാൻ നിങ്ങളെ നടത്തിക്കൊണ്ട് പോകാം. വെളിയിൽ നിന്ന് ഒരുത്തൻ നമ്മുടെ ഇടയിൽ വരരുത്. ഞാൻ നിങ്ങളെ നടത്തിക്കൊണ്ട് പൊക്കോളാം. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാ. പക്ഷേ എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കുമോ എന്ന് എനിക്ക് നിങ്ങളെ ശോധന ചെയ്യണം. അത് നിങ്ങൾക്കൊരു നന്മ തന്നേച്ചാണ് ശോധന ചെയ്യാൻ പോകുന്നത്. തേണ്ട ജനത്തിന് ആഹാരമില്ലാതെയായി, അവർ പിന്നെയും പെറുപെറുക്കാൻ തുടങ്ങി. അത് ഇപ്പോൾ വലിയ കാര്യമാണോ? അതാണോ ഒരു വലിയ കാര്യം? അവർ പെറുപെറുത്തൊരു വലിയ കാര്യമാണോ? ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം പറഞ്ഞു, പിള്ളേർ മുടി വെട്ടുന്നതും അർത്ഥനഗ്നകളായി ഡ്രസ്സ് ചെയ്ത് നടക്കുന്നതും തലമൂടാതെ പ്രാർത്ഥിക്കാൻ വന്ന സഹോദരിമാരിയിരിക്കുന്നതും, ഇതൊക്കെയാണോ വലിയ കാര്യം? ഇതൊക്കെയാണോ വലിയ കാര്യം? അയ്യോ അല്ലെന്നേ. ഒരിടം കഴി പെറുക്കാൻ പറഞ്ഞ് ഇച്ചിരി കൂടുതൽ പെറുക്കിയതും ഇച്ചിരി കുറച്ച് പെറുക്കിയതും, പിള്ളേരെന്നെ വലിയൊരിടത്തിലും കഴിക്കും, ഇച്ചിരി കുറച്ച് പെറുക്കി, ഇതൊക്കെയാണോ വലിയ കാര്യം? അതിൻ്റെ കാര്യം ഈ പറയുന്നത്. ദൈവത്തിൻ്റെ എക്സാമ്പിൾസ് അല്പം ലംഘിച്ചാൽ, ദൈവത്തിൻ്റെ എക്സാമ്പിൾ ഒരല്പം തെറ്റിച്ചാൽ മറക്കരുതേ, ശിക്ഷ ഭയങ്കരമാണ്. ശിക്ഷ ഭയങ്കരമാണ്. മോശ ആദ്യത്തെ പ്രാവശ്യം വെള്ളമില്ലാതെ വന്നപ്പോൾ പാറയെ അടിക്കാൻ ദൈവം കൽപ്പിച്ചു, പാറയെ അടിച്ചു, വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഇല്ലാതെ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ. മോശയെ പഴയ ഓർമ്മയ്ക്ക് പോയി പാറക്കിട്ട് അടിച്ചു. പിന്നെ ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു. പാറക്കിട്ട് അടിച്ചു, പാറ പൊട്ടി, വെള്ളവും വന്നു. പക്ഷെ ദൈവം മോശയുടെ അവസാന കാലത്ത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, മോശേ ബാ പിസ്കയിലോട്ട് കയറ്, അങ്ങോട്ട് നോക്ക്, കാണാമോ ദൂരെ ആ കാണുന്ന സ്ഥലം? അതാണ് നിന്നോട് പറഞ്ഞ സ്ഥലം. പക്ഷെ നീ കയറുകയില്ല. കാര്യം നീ എൻ്റെ എക്സാമ്പിൾ ലംഘിച്ചവന്. ഇതാണോ വലിയ കാര്യം? നിങ്ങൾക്ക് ആശയം കിട്ടുന്നുണ്ടോ? ജനമെൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാനവരെ പരീക്ഷിച്ചറിയേണ്ടതിന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്ന ചില വാചകം. ചിലർക്ക് ദൈവം നല്ല സൗന്ദര്യം തന്നത്, ഞാൻ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ആരുടെയും മുഖം അല്ലേ എന്ന് നോക്കുന്നത്. ചിലർക്ക് ദൈവം നല്ല സൗന്ദര്യം തന്നത് അത് കാണിക്കാൻ വേണ്ടി, തലേന്ന് തുണി ഒഴിവാക്കാനല്ല.
അത് കാണിക്കാൻ വേണ്ടി, അർത്ഥനഗ്നത്വം വെളിപ്പെടുത്താൻ വേണ്ടിയല്ല. ദൈവം തന്നതിന് നന്ദി. പക്ഷെ ദൈവമേ, ഞാൻ പ്രമാണത്തിൽ നടന്നോളാം. ദൈവത്തിൻ്റെ എക്സാമ്പിൾ ലംഘിച്ചാൽ ദൈവം വിടത്തില്ല. ദൈവ പ്രമാണത്തിൽ നടക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ശ്രദ്ധിച്ച് കേട്ടില്ല. ഇനിയും ചില പ്രത്യേകതകൾ എടുത്തു പറയട്ടെ. 7-ാമത്തെ ദിവസത്തേക്കുള്ള പ്രത്യേകത, 7-ാം ദിവസം പെറുക്കേണ്ടതിന് നിങ്ങൾ പോകരുത്. അവരതും ലംഘിച്ചു, ചിലർ തെറ്റിച്ചു. എന്നാൽ ഒരിടങ്ങഴി എടുത്ത്, ഞാൻ വാക്യങ്ങളിലോട്ട് പോകുന്നില്ല, ഒരിടങ്ങഴി മന്ന എടുത്ത് നിങ്ങൾ നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് യഹോവയുടെ സന്നിധിയിൽ വെക്കണം. 6-ാമത്തെ ദിവസം ഇരട്ടി പെറുക്കിയാൽ 7-ാമത്തെ ദിവസം കേടാകത്തില്ല. 5-ാം ദിവസം, 1-ാം ദിവസം മുതൽ 5-ാം ദിവസം വരെ എന്നെങ്കിലും കൂടുതൽ പെറുക്കി അന്ന് ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ അളിഞ്ഞ് നാറും, കൃമിക്കും, പാളയം നാറും, മോശ കോപിക്കും. പക്ഷെ 6-ാം ദിവസം പെറുക്കിയത് 7-ാം ദിവസം വെച്ചാൽ ഇരുന്നോളും. അതൊരു എക്സെപ്ഷനാ, ഫേവറാ. ഇത് ആദ്യമേ ഞാൻ ഫേവർ ഈ ആഴ്ച പറയുന്നുണ്ട്. അത് ഫേവറാ, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമമാണ്. 6-ാം ദിവസം ഇരട്ടി പെറുക്കണം. ഇനി ഒരിടങ്ങഴി മാവെടുത്ത്, ഒരിടങ്ങഴി മന്ന എടുത്ത് അത് നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് കൊണ്ടുവെക്കണം. 100 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അതിന് കേടുവരത്തില്ല. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന ഘടകങ്ങളിൽ ഒന്ന് മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രമാണ്. മരുഭൂമിയിൽ മന്ന കളക്ട് ചെയ്ത കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞൊരു പൊൻപാത്രം കൊണ്ടുവന്ന് അതിനകത്തോട്ട് കുറേ മന്ന ഇട്ട് വെക്ക്. നിയമിക്കപ്പെട്ട പൊൻപാത്രത്തിൽ മന്ന ഇട്ട് നിയമിക്കപ്പെട്ട പെട്ടകത്തിൻ്റെ അകത്ത് വെച്ചാൽ ചരിത്രകാലത്ത് കേടുവരത്തില്ല. നിയമിക്കപ്പെട്ട പൊൻപാത്രങ്ങളാ എൻ്റെ മുൻപിലിരിക്കുന്നത്. നിയമിക്കപ്പെട്ട മന്നയാ ഞാൻ ഈ വിളമ്പുന്നത്. ഇത് ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആമേൻ, ചരിത്രകാലത്തിന് കേടുവരത്തില്ല. 6-ാം ദിവസത്തെ മന്നായിക്ക് പ്രത്യേകതയുണ്ട്. ഒരു എക്സ്ട്രാ ദിവസം ഇരുന്നോളും. പക്ഷെ ഏത് ദിവസം പോലും ദൈവം കൽപ്പിക്കുന്ന മാത്രയിൽ പെറുക്കിയെടുക്കുന്ന, ഇന്ന് പകലൊരു ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ടല്ലോ, ദൈവം കൽപ്പിക്കുന്ന മാത്രയിൽ പെറുക്കിയെടുത്ത് എൻ്റെ മുൻപിലിരിക്കുന്ന പൊൻപാത്രങ്ങളെ അകത്ത് അടച്ചു വയ്ക്കുന്ന ആ മന്ന യുഗങ്ങൾ കൊണ്ട് മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും. ഈ വചനത്തിൽ നിന്നൊരു വള്ളി പോകേല, ഇതിൽ നിന്നൊരു പുള്ളി പോകേല. അടുത്ത നിത്യത വിരിയുമ്പോൾ നീതി സൂര്യൻ ഉദിക്കുമ്പോൾ, നീതിயின் പ്രഭാതം തുടരുമ്പോൾ, ഹല്ലേലൂയ, തേജസ്സോടെ ഈ പൊൻപാത്രങ്ങൾ എഴുന്നേറ്റ് വരും. എന്നെയും നിങ്ങളെയും ഒന്ന് ശക്തിയോടെ തിരുമുമ്പിൽ നിർത്തുമാറാക്കുന്നത് ഇന്നകത്തിട്ട് അടച്ചിരിക്കുന്ന ഈ മന്നായ. ആ മെസ്സേജ് ഞാൻ ഇന്ന് ക്ലോസ് ചെയ്യുക. നമ്മുടെ ദൈവത്തിൻ്റെ കരുണയാൽ എനിക്കിന്ന് 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ ആ സമയം കൂടെ ഉപയോഗിക്കാൻ പോകുകയാണ്. തിരിച്ചു വരാം. 15-ാം അധ്യായം 26-ാം വാക്യം. തിരിച്ചു വരാം. 15-ാം അധ്യായം 26-ാം വാക്യം. പുറപ്പാട് 15:26. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം. ശബത്തായ 7-ാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. യേശുവിൻ്റെ മടങ്ങിവരവ് വന്ന് കഴിഞ്ഞാൽ, വരുന്നുണ്ടല്ലോ 7-ാം ദിവസം, സഹസ്രാബ്ദം, അന്ന് മണവാട്ടി സഭയുടെ അംഗമായി രക്ഷിക്കപ്പെടാൻ ആർക്കും ഒക്കത്തില്ല. അതിനു മുമ്പേ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറ്റപ്പെടും. സഹസ്രാബ്ദ യുഗത്തിൽ മണവാട്ടി സഭയുടെ അംഗമാകേണ്ടതിന് രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല. 7-ാം ദിവസം ഇത് കാണത്തില്ല. ഇത് ബൈബിളാ, കംപ്ലീറ്റ്ലി കണക്റ്റഡാ. നമ്മുടെ അവസരം തീരുന്നതിന് മുന്നേ ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. താവട്ട് വായിച്ചാട്ട് സിസ്റ്റർ പ്ലീസ്. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നിങ്ങൾ എത്രത്തോളം മനസ്സില്ലാതെ എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കാതെ നടക്കും? വായിച്ചു. നോക്കുവീൻ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താങ്കളുടെ സ്ഥലത്തിരിപ്പീൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. കൽപ്പന സ്ട്രിക്റ്റ് ആണ്. ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിൽക്കുക. ഇങ്ങനെ സ്ട്രിക്റ്റായ കൽപ്പനയിൽ നിന്നാലുള്ള അഡ്വാൻറ്റേജ് എന്തുവാ? നമ്മൾ ആദ്യമേ വായിച്ചല്ലോ, മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിൽ ഒന്നും ഞാൻ നിങ്ങൾക്ക് വരുത്തത്തില്ല. സഹോദരന്മാരെ, നിങ്ങളുടെ ബൈബിളിൽ നിന്ന് ഇത് വായിച്ചോണേ. സഹോദരിമാരെ, നിങ്ങളുടെ ബൈബിളിൽ നിന്ന് വായിച്ചോണേ. എം.എ. വർഗീസ് ഇനി മാറട്ടെ. നിങ്ങളും വചനവും കൂടെ ഒന്ന് ഒരുമിക്കുക.
നിങ്ങളെ വചനത്തോട് പരിചയപ്പെടുത്തി വെച്ച് ഞാൻ ഇങ്ങോട്ട് മാറുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ചില ആലോചനകൾ നാവിലൂടെ വരുന്നത് ദയവായി ഏറ്റെടുക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ആ പദങ്ങൾ ഭയങ്കരമാണ്. ഞാനെന്ന് പറയാൻ നമ്മിൽ ആരും ഇല്ല കേട്ടോ. നമ്മളെല്ലാം ഒരു ശ്വാസമാണ്, ചാഞ്ഞു പോകുന്ന നിഴലാണ്, വയലിലെ പുല്ലിൻ്റെ പൂവാ. പക്ഷെ ഞാനെന്ന് പറയാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. മോശ ഒരിക്കൽ ചോദിച്ചു, അങ്ങ് ആരാ? ഞാനോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഞാൻ നിന്നെ, ആരെയും നാലുപേരെന്നല്ല, നിന്നെ വ്യക്തിപരമായി ദൂതെടുക്കുന്ന ദൈവപൈതലേ, അങ്ങേ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ക്യാൻസർ ആകാം, ട്യൂമറാകാം, കൊറോണയുടെ അടുത്ത പടിയാകാം, സൗഖ്യമാക്കുന്ന യഹോവ. ഞാനെന്നുള്ള പദം വലുതാ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മോശയുടെ അടുക്കെ ചോദിച്ചു, മോശ വെച്ച് അങ്ങ് ആരാ? പേര് പറയാനോ? സകല നാമത്തിനും മേലെയാ. നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ഒക്കാത്തതാ. ഞാനെന്ന് മാത്രം പറയാം, ഞാൻ തന്നെയാ. ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ, സാഹചര്യങ്ങളിൽ ഇളകിപ്പോകാത്തവൻ ഞാൻ. യേശു ക്രൂശീകരണത്തിന് വേണ്ടി പോകുമ്പോൾ പട്ടിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ, എലിക്കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്നത് പോലെയോ ആകാമെന്ന് കരുതി ഒരു കൂട്ടം ദൂതന്മാരെ തൻ്റെ മഹാപുരോഹിതന്മാരയച്ചു. മഹാപുരോഹിതൻ്റെ സേവകന്മാർ അവർ വന്നപ്പോൾ യേശു അങ്ങോട്ടൊരു ചോദ്യം കയറി അങ്ങ് ചോദിക്കുക, നിങ്ങൾ ആരെയാ തിരയുന്നേ? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനാകുന്ന യേശുവിനെ. മറുപടി ഓർക്കുന്നോ? ഞാനാ എന്ന വാക്ക് കേൾക്കുകയും വന്നിടത്തോളം എണ്ണം പുറകോട്ട്. ഞാൻ എന്നെ സമർപ്പിച്ച് നിങ്ങളുടെയിലോട്ട് അങ്ങ് തരിക. നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാം, അടിക്കാം, തറയ്ക്കാം, കൊല്ലാം, ക്രൂശിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഏൽപ്പിച്ചു തരുന്നേ ഉണ്ടാ. എൻ്റെ തനിരൂപം വെളിപ്പെട്ടാൽ ഞാനാകുന്നവൻ ഞാനാന്നാ പണ്ട് പറഞ്ഞേ. അത്രയൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ 1/3, എൻ്റെ തനിരൂപത്തിൻ്റെ 1/3 ഞാനാ. തീർന്നു. ആർക്കെങ്കിലും മനസ്സിലാകാതുണ്ടോ? എഴുന്നേറ്റ് വാടാ. നിങ്ങൾ ആരെയാ തിരയുന്നേ? ഒരു പിന്നെ പറഞ്ഞ നസ്രയനാകുന്ന യേശു. ആ ശബ്ദം തൻ്റെ വായിൽ നിന്ന് വീഴുകയും പിന്നെയും തറയിപ്പോയി. ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെയും പള്ളു കേട്ടുകൊണ്ട് യേശു ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ യേശുവിനെ പള്ളു പറയാറില്ലേ? അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇതാണോ വേണ്ടത്, അതാണ്. മോനെ, തന്നെത്താൻ ഒതുക്കി നിനക്ക് പാപം ചെയ്യാൻ അവസരം തരിക. ഞാനെന്ന് പറയുന്നവൻ വലിയവനാ, ദൈവമാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. എന്തേലും ചെയ്യാമെന്നല്ല, സൗഖ്യമാക്കാം. ഒത്തിരി പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വേറൊരാളിൽ നിന്ന് കോപ്പി ചെയ്തൊരു വാക്കുണ്ട്. ജീവനുള്ളവൻ ആർക്കും ചുമ്മാതിരിക്കാനൊക്കത്തില്ല. ഓൺലൈനിൽ എന്നെ കാണുന്നവരുണ്ട്, അവർക്കുൾപ്പെടെ. ജീവനുള്ളവൻ ആർക്കും ചുമ്മാതിരിക്കാനൊക്കത്തില്ല, എന്തേലും ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മളെല്ലാം ജീവനുള്ളവരായതുകൊണ്ട് നിങ്ങളിപ്പം പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പാട്ടുകാർ പാടിക്കൊണ്ടിരിക്കും, പ്രസംഗകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്യും. കൊച്ചു പിള്ളേർ ഇതിനകത്തുള്ളവർ കടലാസ് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ചുമ്മാ ഇരിക്കാനൊക്കത്തില്ല, എന്തെങ്കിലും ചെയ്യണം. അല്ലെ നുള്ളുകയോ അള്ളിപ്പറിക്കുകയോ അടുത്തവനെ മാന്തുകയോ. കാര്യം അവർക്ക് അത്തരത്തിനുള്ള പക്വതയുള്ളൂ. അതുകൊണ്ടാണ്. യേശുവും ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവും ജീവനുള്ളവനെ ചുമ്മാ ഇരിക്കാനൊക്കത്തില്ല. എൻ്റെ പ്രസംഗം കേൾക്കാണെന്ന് യേശു ഇരിക്കുകയല്ലേ, യേശുവിന് ബോറടിയാണ്. നിങ്ങളുടെ പാട്ട് കേൾക്കാണെന്ന് യേശു ഇരിക്കുകയല്ലേ, യേശുവിന് ബോറടിയാണ്. പക്ഷേ യേശു ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തോ ആയിരിക്കും യേശു ചെയ്യുന്നത്? കടലാസ് കീറുമോ, ചൊറിയുമോ, മാന്തുമോ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനും സ്റ്റാറ്റസിനും യോജിച്ചത് എന്തെങ്കിലും ചെയ്യും. കടലാസ് കീറുന്നത് ആ സ്റ്റാറ്റസിൽ പെടുന്നതല്ല. അതുകൊണ്ട് തൻ്റെ സ്റ്റാറ്റസിലുള്ളതാ പറഞ്ഞേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. ഇതിനകത്തൂടെ ദൈവസാന്നിധ്യം നടക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഒരുപാട് കൊതുകുള്ള ഡൽഹിയുടെ പ്രദേശങ്ങളിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ചില ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യ പറയും, എഴുന്നേക്കാൻ എന്നാ, രാവിലെ എൻ്റെ ഭാര്യ പറയും, കഴിഞ്ഞ രാത്രിയിൽ 1 മിനിറ്റ് പോലും ഉറങ്ങിയില്ല, കുഞ്ഞുങ്ങളെ കൊതുക് കടിക്കാതെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ കൊതുക് കടിക്കാൻ പറ്റത്തില്ല.
1 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങളെ കൊതുക് കടിക്കാതെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരമ്മയ്ക്ക് കൂടെ കിടക്കുന്ന കുഞ്ഞിനെ കൊതുക് കടിക്കാതെ സൂക്ഷിക്കുന്നത് ഉത്തരവാദിത്വമാണെങ്കിൽ സൈന്യങ്ങളുടെ ദൈവത്തിന് ഇന്ന് പകൽ തന്നെ അനുഗമിക്കുന്ന ദൈവവൈതലേ, നിങ്ങളെ കൊറോണ കടിക്കാതെ, നിങ്ങളെ കൊറോണ കടിക്കാതെ ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. യേശുവേ, ആ വാഗ്ദത്തത്തിനായി നന്ദി. യേശുവേ, ആ വാഗ്ദത്തത്തിനായി നന്ദി. ഞാൻ നിന്നെ സുഖങ്ങളിൽ നിന്ന്, ശാരീരിക രോഗങ്ങളിൽ നിന്ന്, മാനസിക രോഗങ്ങളിൽ നിന്ന്, എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന്, സാമ്പത്തിക രോഗങ്ങളിൽ നിന്ന്, സാമൂഹിക രോഗങ്ങളിൽ നിന്ന്, എല്ലാ മണ്ഡലത്തിൽ നിന്നും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2021 ബിക്കോസ് ഇറ്റ് ഇസ് എ ഇയർ ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, സമ്പൂർത്തി വരുത്തുന്ന വർഷമാകയാൽ സൃഷ്ടിപരമായ അത്ഭുതങ്ങൾ ഈ ചർച്ച് ഹോളിനകത്ത് ഈ വർഷം വീണ്ടും നടക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ച് സാമാന്യമായ ഒന്നല്ല. പിശാചിന് ഇത്രയും വൈരാഗ്യം വരാൻ കാര്യവും അതാ, സാമാന്യമായ ഒന്നല്ല. മരിച്ചവർ ഉയർക്കുന്നത് വരെ അസംഭവ്യമെന്ന് ലോകം നനയ്ക്കുന്ന അനേക കാര്യങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. എന്നോടുകൂടെ ഇത് കണ്ടവർ അനേകരിവിടെയുണ്ട്. ആ സാക്ഷ്യം ആവർത്തിച്ച് ഇവിടെ എഴുന്നേറ്റ് പറയുന്ന പതിവുണ്ടായിരുന്നു. ഡിസംബർ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ച ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ എഴുന്നേക്കാൻ പറയുമ്പോൾ പുന്നൂസാൻ്റിയും പുന്നൂസങ്കിളും ദൈവസ്ഥാനത്തിൽ എഴുന്നേക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അബദ്ധത്തിന് ഞാൻ കയറി ചോദിച്ചു, അതിൻ്റെ എന്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു? മരിച്ചവരിൽ നിന്ന് ഉയർത്തതിൻ്റെ ആനിവേഴ്സറി. ഓർമ്മയുണ്ടല്ലോ. നമുക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. പിശാച് വല്ലതുമൊക്കെ പറഞ്ഞ് നടക്കട്ടെ, ഫോർഗെറ്റ് അബൌട്ട്. അവൻ്റെ സ്റ്റാൻഡേർഡ് അതേ ഉള്ളൂ. ഇന്ന് രാവിലെ അപവാദിയെക്കുറിച്ചായിരുന്നു അങ്ങേ സർവീസിലെടുത്തത്. അവൻ്റെ സ്റ്റാൻഡേർഡ് അത്രേ ഉള്ളൂ. അത് വിട്, അതിൻ്റെ കൂടെ കൂട്ടുപിടിക്കാതെ, അതിന് ലൈക്ക് അടിക്കാതെ, അതിന് വിഡ്ഢിത്തം പറയാതെ നാം ദൈവത്തോടൊന്ന് അടുത്തു വരുന്നെങ്കിൽ 2021 ഞാൻ കൃപയിൽ ആശ്രയിച്ചു വിളിച്ചു പറയട്ടെ, അത്ഭുതങ്ങളുടെ വഴി ദൈവം തുറക്കും. കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ടൊരു ദൈവിക കാവൽ ആവശ്യമെന്നുള്ളവർ ഒന്നെഴുന്നേറ്റു. ഈ സാനിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, എന്തുവാണെന്ന് ഞാനിത് പറയാൻ ആഗ്രഹിച്ചതൊന്നുമല്ല. ബട്ട് ഗോഡ് ഈസ് റിയലി ലീഡിങ് മീ. ഒരു രോഗിക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ സാനിറ്റൈസ് ചെയ്യാതെ അടുത്ത ആളിൻ്റെ ശരീരത്തിൽ വെക്കരുതെന്ന പ്രമാണം അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സഹോദരന്മാരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? സാനിറ്റേഷൻ ഒരു നിയമമാണ്. എന്താ അങ്ങനെ ഒരു നിയമം വന്നത്? ഒരു പക്ഷേ കയ്യിലേക്ക് ഒരു ഇൻഫെക്റ്റീവ് വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് നശിപ്പിച്ച് കളയാനാണ്. ഇന്ന് രാവിലെ ഒരു ദൈവിക സാനിറ്റേഷൻ ഇതിനകത്തൊന്ന് നടക്കട്ടെ. അത് വിശ്വസിക്കുന്ന എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് വന്നു. കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനെ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിലായിരുന്നു. ആ ദൈവിക സാനിറ്റേഷൻ ഈ സഭയ്ക്കകത്തേക്ക് ഒന്നുകൂടെ വരട്ടെ. കർത്താവേ, ആ ദൈവിക സാനിറ്റേഷൻ രോഗശക്തികളെ അടിച്ചു പുറത്താക്കുന്ന, രോഗശല്യങ്ങളെ അടിച്ചു പുറത്താക്കുന്ന, ആത്മീയവും ഭൗതികവുമായ പ്രതിസന്ധികളെ അടിച്ചു പുറത്താക്കുന്ന ആ ദൈവിക സാനിറ്റേഷൻ ഈ ജനത്തിൻ്റെ ഇടയിലൂടെ ഒന്ന് നടക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന സർവശക്തൻ യഹോവയാകുന്നു. Be sanitized. Be sanitized. ജനം ഒരു പ്രാവശ്യം കൂടെ രോഗബാധകളിൽ നിന്ന് വിമുക്തരാകട്ടെ. വ്യത്യസ്ത രോഗങ്ങളുടെ വിവിധ ബാധകളിൽ നിന്ന് സ്വതന്ത്രരാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.